So, today we are having the introductory session of ancient and medieval history. I'm Chitra Ashok. I will be dealing with this subject. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് യു പി എസ് സി ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ യു പി എസ് സിയുടെ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പം നിങ്ങൾക്കൊരു 2-3 ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞു. യു പി എസ് സിയുടെ സിലബസും കാര്യങ്ങളും ഒക്കെ പല ക്ലാസ്സസിലും പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റിൽ നമ്മൾ കണ്ടു യു പി എസ് സി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു എക്സാമായിട്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിലും നമുക്കിവിടെ വരുമ്പോൾ ഇതിന് 2 ബ്രാഞ്ചസ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഓക്കെ, പ്രിലിംസ് ഒബ്ജക്റ്റീവ് ആണ്. മെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനുവലി ആൻസേഴ്സ് എഴുതി കൊടുക്കേണ്ട എക്സാമാണ്. സോ നിങ്ങളിപ്പോൾ കോളേജ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി ഇൻ കോളേജ്. ആം ഐ ഓഡിബിൾ? ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ പല ഒബ്ജക്റ്റീവ് എക്സാമുകളും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസുകളും ഒക്കെ എഴുതുന്നുണ്ടാവും. യു പി എസ് സിയിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സാം എന്താണ് നമ്മളെടുത്തുനിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതൊക്കെ എഴുതാനും ആൻസറിലേക്ക് എത്താനും ഒക്കെ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യു പി എസ് സി സിലബസ് ഒക്കെ നോക്കിയിട്ടുണ്ടോ? സിലബസ് ഒക്കെ നോക്കിയായിരുന്നോ? നോക്കിയെന്നാണോ പറയുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററി ഏത് പേപ്പറിലാണ് വരുന്നത്? എവിടെയാണ് നമ്മുടെ ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററി ഒക്കെ വരുന്നത്? അതറിയില്ല, ഞങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രിലിംസും മെയിൻസും എന്നുള്ള 2 പാർട്ട് നമ്മളിപ്പോൾ പറഞ്ഞു. അവിടെ തന്നെ പ്രിലിംസിൽ യു പി എസ് സി കൊടുത്തേക്കുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അവിടെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻസിന്റെ സിലബസിലോട്ട് നോക്കാം. മെയിൻസിൽ കൊടുത്തേക്കുന്നത് GS 1 നമ്മുടെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് മെയിൻസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ GS 1, GS 2, GS 3, GS 4 ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. ഇന്നലെ നിങ്ങൾക്ക് എൻവയോൺമെന്റ് ക്ലാസ് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതൊക്കെ GS 3 പേപ്പറിലൊക്കെയാണ് ആ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത് GS 1 എന്ന് പറയുന്ന പേപ്പറിലാണ്. അവിടെ മെയിൻസിന് സിലബസ് യു പി എസ് സി കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ കൾച്ചർ വിൽ കവർ ദ സാലിയന്റ് ആസ്പെക്ട്സ് ഓഫ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ ഫ്രം ആൻഷ്യൻ ടു മോഡേൺ ടൈംസ്. എഗെയിൻ ഇവിടെയും കൂടുതൽ പറഞ്ഞേക്കുന്നത് ആർട്ട് ഫോംസിനെ കുറിച്ചും ലിറ്ററേച്ചറിനെ കുറിച്ചും ആർക്കിടെക്ചറിനെ ഒക്കെ കുറിച്ചാണ്. ഫ്രം ആൻഷ്യൻ ടു മോഡേൺ ടൈംസ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസ് സച്ച് കൂടുതലും കൾച്ചറാണ് മെയിൻസിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 നോക്കിയാലും ഏൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല 2 സിലബസിൽ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കുക? നമുക്ക് പഠിക്കാനാണ് യു പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. അതായത് ഓരോ വർഷവും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരാറുണ്ടല്ലേ. മെയിൻസിനാണെങ്കിൽ യു ഹാവ് അറൌണ്ട് 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് ക്യൂറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയുടെ താഴെ സബ് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ആൻഷ്യൻ, മിഡീവൽ, മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് 2 പാർട്ടാണ് ഈ പറയുന്ന ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററി. അവിടെ ഓൺ ദ ബേസിസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യേണ്ടത് എന്ന് നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ യു പി എസ് സി 2018 തൊട്ട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻസിൻ്റെ ട്രെൻഡ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21, 22 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ, അതായത് 2025 ദിസ് ഇയറിൽ യു ക്യാൻ സി 9 ക്വസ്റ്റ്യൻസ്. അപ്പോൾ മേജർലി യു പി എസ് സി 100 ക്വസ്റ്റ്യൻ പ്രിലിംസിൽ ചോദിക്കുന്നതിൽ ഏകദേശം ഒരു 7+2 ലെവലിൽ നമുക്ക് പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ചിലപ്പോൾ അത് 9 ആവാം, ചിലപ്പോൾ അത് 5 ആവാം. ആൻഡ് അറ്റ് സം പോയിന്റ്സ് ഈ 2021-22 പോലെ
11 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 11 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 7 + 2 -2 ലെവലിലുള്ള അത്രയുമുള്ള ക്വസ്റ്റ്യൻസ് 9 ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു പാർട്ട് പഠിക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഏൻഷ്യൻ ഹിസ്റ്ററിയെ കുറിച്ച്? നമ്മൾ കുറച്ച് രാജാക്കന്മാരെയോ ഡൈനാസ്റ്റീസോ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരെയൊക്കെ കേട്ടിട്ടുണ്ട്? മുഗൾസ് കേട്ടിട്ടുണ്ട് മിഡീവലില്. പിന്നീട് വേറെ ആരും കേട്ടിട്ടില്ല? ഇവിടെ ഹിസ്റ്ററി ഡിഗ്രി പാണ്ഡ്യാസ്, ചോലാസ്, ചേരാസ്. ആര്യൻസിനെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഹിസ്റ്ററി ഡിഗ്രി എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മൗര്യൻസ്, റൈറ്റ്. ഗുപ്താസ്, മൗര്യൻസ്, ഗുപ്താസ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഡിഗ്രി ഹിസ്റ്ററി ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഹർഷവർദ്ധൻ, റൈറ്റ്. ആരുമില്ല? ഓക്കെ, എല്ലാവരും ബാക്കി സബ്ജക്ട്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പം ഹിസ്റ്ററി ഡിഗ്രി എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഉണ്ട്. യെസ്, ഓക്കെ. ആരാണത്? അനീഷ ഹിസ്റ്ററിയാണ്. ഐഫോൺ എന്നുള്ളൊരു പേരിൽ നിന്ന് മഗധ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഏൻഷ്യനിൽ യു ക്യാൻ സി മഗധ, മൗര്യ ആൻഡ് ഗുപ്താസ്. അതുപോലെ മിഡീവലിലോട്ട് വരുമ്പോഴത്തേക്ക് യു ക്യാൻ സി മുഗൾസ്, അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി സൽത്തനേറ്റ്. ഇതൊക്കെ നമ്മൾ മിഡീവൽ ഹിസ്റ്ററിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ഡിഗ്രി ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമായിരിക്കും. ആസ് ഫോർ അതർ പീപ്പിൾ, നമുക്ക് സാധാരണ ഒരു ജനറൽ ഐഡിയ, UPSC ഏത് സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും ഒരു ജനറൽ ഐഡിയ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ UPSCയുടെ ഐഡിയ ഓഫ് ജനറാലിറ്റിയും നമ്മുടെ ഐഡിയ ഓഫ് ജനറാലിറ്റി ആസ് കോളേജ് സ്റ്റുഡൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. UPSC ജനറൽ എന്ന് പറയുമ്പോൾ ഏകദേശം കുറച്ച് ഡീപ്പായിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ നമ്മളിപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ അത്രയും ഒന്നും അറിയേണ്ട ആവശ്യവും ഇല്ല. പിന്നീട് നമ്മൾ UPSCക്ക് ഏതൊരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ മാർക്സിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ് അതനുസരിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ടൈം കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ പോളിറ്റി, എക്കോണമി പോലുള്ള സബ്ജക്ട്സ്, എക്കോണമിയുടെ ഒക്കെ ക്ലാസ്സസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം എക്കോണമി പോലുള്ള സബ്ജക്ട്സിൽ യു ക്യാൻ സി ക്വസ്റ്റ്യൻസ് ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിലിംസിന് ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഡിമാൻഡ് കുറച്ചുകൂടെ ഹൈ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടാണ് നമ്മൾ ഈ സിലബസ് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാരെയൊക്കെ പറഞ്ഞു. ഇവിടുന്ന് നമുക്കിനി സിലബസിൽ UPSC എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് നോക്കണം? പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നോക്കണം അല്ലേ? ആ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ എന്താണ് സിലബസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കേണ്ടത് എന്നുള്ളൊരു അനാലിസിസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ലാസ്റ്റ് 10-15 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, നമ്മളൊരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. നമുക്ക് ഏൻഷ്യൻ്റ് ഈ പറയുന്ന പോലെ കുറച്ച് പേരുടെ പേരുകൾ അറിയാം, അതുപോലെ ചിലവർക്ക് കുറച്ച് കൂടുതൽ അറിയാം ഹിസ്റ്ററി പഠിക്കുന്നവർക്ക്. അതല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ നിങ്ങളോട് ഒരു UPSC ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഓക്കെ, അതാണ് നിങ്ങൾ ആക്ച്വലി ഇപ്പോഴും ചെയ്യേണ്ടത്. കാരണം UPSC എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ടോപ്പേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. റീനു മാമിൻ്റെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. റീനു മാമും അതുപോലുള്ള ടോപ്പേഴ്സിനെ എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പം അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം, ഈ ഒരു എക്സാം നമ്മൾ 100% പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യുന്നതല്ല. ഓക്കെ, നമ്മൾ മാക്സിമം നോളജ് അക്വയർ ചെയ്യും. പിന്നീട് നേരത്തെ പറഞ്ഞ ആ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെയും അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ ആണോ? ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ. യെസ്, ഓക്കെ. അപ്പോൾ ശരിയാവുന്നതോ തെറ്റാവുന്നതോ അല്ല നമ്മളുടെ ഇവിടുത്തെ മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ച്, ലോജിക്ക് വെച്ച് എങ്ങനെ ഒരു ആൻസറിലേക്ക് എത്താം. ഓക്കെ, അതിൽ ചിലപ്പം A ആവാം, B ആവാം, 2 എലിമിനേറ്റ് ചെയ്ത് ബാക്കി 2 ഏതോ ഒന്നാവാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആൻസറിലേക്ക് എത്തുന്നത്. അങ്ങനെ ആയാലും മതി. പക്ഷെ അവിടെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ലോജിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതൊക്കെ നമ്മൾ എങ്ങനെയാണ്
കണക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഓൾസോ വൺ അനദർ തിങ് ഇസ് എങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയാസിൽ നിന്നാണ് UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, സോ വിൽ സി. യാ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അതോ ഞാൻ കുറച്ചുകൂടെ വലുതാക്കണോ, എങ്ങനെയാണ്? ഓക്കെ, പറ്റില്ല. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ആ, 2025 നമ്മുടെ UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ടെറിട്ടോറിയൽ റീജിയൻ ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. റിവർ ഫ്ലോയിങ് ഇൻ ദ റീജിയൻ എന്നും പറഞ്ഞ് 4 റിവേഴ്സിന്റെ പേരും കൂടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓപ്ഷൻ വരുന്നത് only 1, only 2, only 3 എന്നുള്ള രീതിയിലാണ്. അതായത് ഇതിൽ ഏതോ 2, 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണ് UPSC ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും റിവേഴ്സ്? ഏത് കേട്ടിട്ടുണ്ട്? അതെ, ടെറിട്ടോറിയൽ റീജിയണില് മഹാജനപദാസ് ആണ് തന്നേക്കുന്നത്. അനു ആണോ ആൻസർ പറഞ്ഞേ? ഓക്കെ, അനു പഠിച്ചിട്ടുള്ളതാണോ? റൈറ്റ്. 11th and 12th നമ്മൾ ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ആണ് നമ്മുടെ ബേസ് ടെക്സ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ വായിക്കുന്നതും. സോ യു ക്യാൻ സി ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഒരു 600 BC വന്നിട്ടുള്ള മഹാജനപദാസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫോർമേഷൻസിന്റെ പേരുകളാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ റിവേഴ്സ്, അതിലേതെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോദാവരി കേട്ടിട്ടുണ്ട്. പിന്നീട് ഗോദാവരി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓക്കെ, മഹാനദി എന്നൊക്കെ പറയുന്നതും നമ്മൾ കേൾക്കാൻ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി ഒക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് മഹാനദി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ ഞാൻ പലരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള സാധനങ്ങൾ അറിയാത്തിടത്തോളം നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് only 2 ആണ്. ഹിസ്റ്ററി പഠിച്ചവർക്ക് കുറച്ചുകൂടെ അറിയാമായിരിക്കും. ഇവിടെ only 2 ആയിട്ട് വരുന്നത് കൊസാലയും അതുപോലെ തന്നെ അസ്മക്കയൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു പ്ലേസിന്റെ ഇപ്പോഴത്തെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. അഗെയിൻ 2024 ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇത് 2024 UPSC പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് തൊട്ട് മുന്നേയും കണ്ടു, 2 സൈഡിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. 2024 UPSC വിചാരിച്ചു അത്രയും എളുപ്പമാക്കണ്ട, കുറച്ചും കൂടെ പാടാക്കി തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3ാമത്തെ കോളവും കൂടെ കൊടുത്തിട്ട് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതായത് 3 കോളത്തിലെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വര ഇത് ഇത്രയും പഠിച്ചാലേ ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഓപ്ഷൻസ് വരുന്ന 1 and 2, 2 and 3, 3 and 4 and 1 and 4 ഇതാണ് ഓപ്ഷൻസ് വരുന്നത്. ആദ്യം ആർക്കിയോളജിക്കൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഏതാന്ന് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേറ്റ്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആർക്കിയോളജിക്കൽ സൈറ്റിൽ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ചന്ദ്രകേജുഗാർ, ഇനാം ഗാവോൻ, മങ്ങാട്, സാലിഹുണ്ടം ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഹിസ്റ്ററി പഠിച്ചവരൊക്കെ സൂം ചെയ്യണം. ഓക്കെ, ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാവോ? ഓക്കെ, ഇനി ഒന്ന് നോക്കേ. ഫസ്റ്റ് കൊടുത്തേക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്, തേർഡ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് നോക്കിയേ, ഇതിൽ ഏതെങ്കിലും സ്റ്റേറ്റ്സ് എല്ലാം കേട്ടിട്ടുണ്ടാവും. ബാക്കി അതല്ലാതെ ആർക്കിയോളജിക്കൽ സൈറ്റിനെ കുറിച്ച് നിങ്ങൾ ഏതിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ? മങ്ങാട് എന്ന് പറയുന്നു. ഓക്കെ, നന്ദഗോപൻ. മങ്ങാട് എവിടെയാണ്?
നന്ദഗോപൻ, വേറെ ആര്? ഗൗതം. മങ്ങാട് മങ്ങാട് കേരളയാന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ. കേരളത്തിൽ എവിടെയാണ് മങ്ങാട്? കൊല്ലം. നന്ദഗോപൻ കൊല്ലമാണോ? ഗൗതമാണോ പറഞ്ഞത്? ഗൗതം കൊല്ലമാണോ? ഗൗതം കൊല്ലമാണ്. ഗൗതം എവിടെയാണ് കൊല്ലത്ത്? കരുനാഗപ്പള്ളി. ഓക്കെ ഓക്കെ. അപ്പൊ ഗൗതം മങ്ങാടെന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ട്, കൊല്ലത്താന്ന് പറയുന്നു. ബാക്കി കൊല്ലം പറഞ്ഞവര്, കേരളം പറഞ്ഞവരൊക്കെ മങ്ങാട്, കേരള. നന്ദഗോപൻ മങ്ങാടാണോ? നന്ദഗോപൻ കൊല്ലത്തുനിന്നാണ്. ഓക്കെ. സോ കുറച്ച് പേർക്ക് കൊല്ലമൊക്കെ അറിയാവുന്നവർക്ക് കേരളയിലാണ് മങ്ങാട് എന്നുള്ള ഒരു ഡിഡക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 3 ഓപ്ഷനിൽ വരുന്ന ഏതാണ് ആൻസർ എന്ന്. അപ്പോൾ നമുക്കിതാ ബിയും സിയിലും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എയും ഡിയും കളയാം എന്തായാലും, അല്ലേ? ഒന്നെങ്കിൽ ബി ആയിരിക്കണം, അല്ലെങ്കിൽ സി ആയിരിക്കണം. 3 മങ്ങാട് കേരളയെന്ന് അറിയാവുന്നവർക്ക് അത്രയും കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം ഇനി കൊല്ലത്തല്ലാത്തവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഡൗട്ട്, അല്ലേ? സോ ഇവിടെ അല്ലാതുള്ളവർ, അല്ലെങ്കിൽ UPSCയിൽ ഇന്ത്യയിലുള്ള എല്ലാ ആസ്പിറൻസിലും മങ്ങാടെന്ന് പറയുന്ന ഒരു സ്ഥലം കൊല്ലത്താണെന്ന് അറിയാൻ പറ്റുമോ? കേരളത്തിലാണെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ UPSC ആക്ച്വലി ഇത് വളരെ റാൻഡമായിട്ട് കൊടുത്തൊരു ഡീറ്റെയിൽ ആയിരുന്നു മങ്ങാട് കേരള മെഗാലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത്. UPSC ആക്ച്വലി ഈ ഇന്ത്യയിലുള്ള എല്ലാവരും കൊല്ലത്ത് കിടക്കുന്ന മങ്ങാട് അറിയണമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ UPSC പ്രതീക്ഷിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അത് ഈ രണ്ടാമത് കിടക്കുന്നതും ഒന്നാമത് കിടക്കുന്ന സ്ഥലങ്ങളുമാണ്. അതായത് ചന്ദ്രകേജുഗാർ, ഇനാം ഗാവോൺ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് UPSC ചുമ്മാതെ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നതല്ല. ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ UPSC ഈ 2 സ്ഥലങ്ങളെ പറ്റിയും പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ UPSC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ UPSC വിചാരിക്കുന്നത് എന്താണ്? ഞാൻ ഒരു പ്രാവശ്യം ഇത് ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കണം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം ആ ഒരു ലോജിക്കിൽ നിന്നുകൊണ്ടാണ് UPSC ഈ ക്വസ്റ്റ്യൻ ഇടുന്നത്. സോ നമ്മൾ ആസ് എ ജനറൽ ആസ്പിറൻറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാവുന്നത് മങ്ങാടാണ്. പക്ഷേ ഇവിടെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന 2 and 3 അല്ലേ എന്ന് നന്ദഗോപൻ ചോദിക്കുന്നുണ്ട്. കറക്റ്റാണ്. ഇവിടെ 2 and 3 ആണ് ആൻസർ. ഒരു സീരിയസ് ആസ്പിറൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കുന്നവരായാലും അറ്റംപ്റ്റ് ചെയ്യുന്നവരായാലും അവർക്കൊന്നും മങ്ങാട് അറിയണമെന്നില്ല. പക്ഷേ അവർക്കെല്ലാവർക്കും ചന്ദ്രകേജുഗാറും ഇനാം ഗാവോണും നന്നായിട്ട് അറിയായിരിക്കും. സോ ഇവിടെ ചന്ദ്രകേജുഗാർ എന്ന് പറയുന്നത് ഒഡീഷയിലല്ല, ബംഗാളിലാണ്. സോ ഫസ്റ്റ് വൺ റോങ് ആണ്. UPSC ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളൊരു പ്ലേസ് ആണ്. സോ വി വുഡ് ബി നോയിങ്. ഓക്കെ. അതുപോലെ സെക്കൻഡ് വൺ ഇനാം ഗാവോൺ മഹാരാഷ്ട്രയിലുള്ള ഒരു ചാൽക്കോലിത്തിക് സൈറ്റാണ്. നമ്മൾ ചാൽക്കോലിത്തിക് സൈറ്റൊക്കെ പഠിക്കും. അവിടെ നമ്മൾ ഏറ്റവും മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ ഇനാം ഗാവോൺ എന്ന് പറയുന്നത്. അപ്പോൾ UPSC പ്രതീക്ഷിക്കുന്നത് 1 തെറ്റാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം, 2 ശരിയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്കൊന്ന് ഓപ്ഷനിലേക്ക് പോയി നോക്കാം. ഓക്കെ. അപ്പം കൊല്ലത്ത് അല്ലാത്തവർക്ക് എങ്ങനെ ഇത് ചെയ്യാം? 1 തെറ്റാന്നറിയാം, അപ്പം നമുക്ക് എയും ഡിയും പോയി. 2 ശരിയാന്നറിയാം, ബി ഉണ്ട്. ബിയുടെ കൂടെ 3 ഉണ്ട്. അപ്പം മങ്ങാട് കേരള എന്നുള്ളത് കറക്റ്റാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും അത് കറക്റ്റാണ്. UPSC നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ UPSC അപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഓൾറെഡി ചോദിച്ച സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അതെവിടാന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. അങ്ങനെയാണ് നന്ദഗോപൻ പറഞ്ഞ പോലെ ഈ ഒരു 2 and 3 നമ്മൾ എത്തുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതേ ഇതുപോലെ തന്നെ 2023 നിങ്ങളോട് ചോദിച്ച എഗെയിൻ പ്ലേസ് നെയിംസ് വെച്ചിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ ആൻസർ കിട്ടാത്തവർ ഒട്ടും വെറീഡ് ആവണ്ട. നമ്മളിതെല്ലാം പഠിക്കുന്നുണ്ടാവും. PYQസിൽ ഏതൊക്കെ സ്ഥലങ്ങളോ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ സബ്ജക്ട് ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. ഇതിപ്പോൾ മൊത്തത്തിൽ
നിങ്ങൾക്ക് ജിബ്ബറിഷ് വായിക്കുന്ന പോലെ ഉണ്ടാവും. ധന്യകഥക, മഹാസംഖ്യകാസ് എന്നൊക്കെ കാണുന്നുണ്ട്. എന്താണ്? ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് വാസ് ധന്യകഥക വിച്ച് ഫ്ലറിഷ്ഡ് ആസ് എ പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ അണ്ടർ ദ മഹാസംഖ്യകാസ് ലൊക്കേറ്റഡ്? എൻ്റെ ഇതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ധന്യകഥക എന്ന് പറയുന്ന ഏൻഷ്യൻ നെയിമുള്ള ഒരു പ്ലേസ് ഉണ്ട്. അതെവിടാണ്? അത്രയേ ഉള്ളൂ. UPSC ബാക്കി നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി കുറച്ച് അധികം ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് സെന്റർ ആണ്, മഹാസംഖ്യകാസ് ആണെന്നൊക്കെ. നമുക്കറിയേണ്ടത് ധന്യകഥക എന്ന് പഴയ പേരുള്ള ഒരു സ്ഥലം ഇത് ഈ ഏതോ ഒരു റീജിയനിലുണ്ട്. അത് ഏതാണ് ആ റീജിയൻ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇവിടെ ആന്ധ്രയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബുദ്ധിസ്റ്റ് സെന്റർ അണ്ടർ മഹാസംഖ്യകാസ് എന്നൊക്കെ പറയുന്ന ബുദ്ധിസം നമ്മൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് എന്താണ് ഗാന്ധാര അഫ്ഗാനിസ്ഥാൻ അല്ലേ? അതെ അതെ, ഗാന്ധാര റീജിയൻ ഒക്കെ ഏകദേശം അഫ്ഗാനിസ്ഥാനിലാണ്. പക്ഷെ ഇവിടെ ധന്യകഥക എന്ന് പറയുന്നത് ആന്ധ്ര റീജിയൻ ആണ്. ആൻഡ് അഗെയിൻ നന്ദഗോപൻ അത് ചോദിച്ചത് ഗാന്ധാര അഫ്ഗാനിസ്ഥാനിലല്ലേ, അപ്പം ബുദ്ധിസമായിട്ട് റിലേറ്റഡ് അല്ലല്ലോ. അങ്ങനെ ഒരു ലോജിക്കിലാണെങ്കിൽ അത് തെറ്റാണ്. നമ്മളിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ പറയുന്ന ആ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നമുക്ക് പാകിസ്ഥാൻ റീജിയനും അതുപോലെ കുറച്ച് അഫ്ഗാനിസ്ഥാൻ റീജിയനും ഒക്കെ നമ്മുടെ ഇവിടെ റൂൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ റൂൾ ചെയ്യുന്നതായിട്ട് കാണാം. നോർത്തേൺ ഇന്ത്യയൊക്കെ റൂൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലോട്ടും ഒക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഈ ആന്ധ്ര റീജിയൻ ആണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ബുദ്ധിസം അല്ലെങ്കിൽ ജൈനിസം എന്ന് പറയുന്ന ബുദ്ധിസവും ജൈനിസവും പോലുള്ള സെക്ട്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അവിടെ ബുദ്ധിസത്തിന്റെ താഴെ വരുന്ന ഓരോ സെക്റ്റുകളാണ് ഈ മഹാസംഖ്യകാസ് അല്ലെങ്കിൽ സ്ഥാവിരവാദിൻസ് എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാവും. ബുദ്ധിസത്തിൽ നിന്നും ജൈനിസത്തിൽ നിന്നും എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. ഓക്കെ, അത് ചിലപ്പോൾ പ്ലേസസ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ബുക്ക് നെയിംസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ബുദ്ധിസം ആൻഡ് ജൈനിസം എന്നുള്ളതാണ്. ഇത് എഗെയിൻ സൈറ്റ്സിൻ്റെ ആണ്. നമുക്കിനി ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്ത് പോവാം. ഓക്കെ, 2024 ബുദ്ധിസം റിലേറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ. ഇത് നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും. വിത്ത് റെഫറൻസ് ടു ഏൻഷ്യന്റ് ഇന്ത്യ, ഗൗതമ ബുദ്ധ വാസ് ജനറലി നോൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് എപ്പിത്തറ്റ്സ്? ഗൗതമ ബുദ്ധയുടെ വേറെ ടൈറ്റിൽസ് ഏതൊക്കെ ആണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈറ്റിൽ കാണും. നായപുട്ട, ശാക്യമുനി, തഥാഗത. ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? തഥാഗത കേട്ടിട്ടുണ്ട്. ഓക്കെ, ശാക്യമുനി കേട്ടിട്ടുണ്ട് അല്ലേ? ശാക്യ ക്ലാനിൽ നിന്നാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ശാക്യമുനി ആൻഡ് തഥാഗതയാണ് ഇവിടെ കറക്റ്റ് ആൻസർ. 2 and 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നായപ്പുട്ട എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജൈനിസ് ലീഡേഴ്സിന്റെ പേരാണ്, അല്ലെങ്കിൽ വർദ്ധമാന മഹാവീരയുടെ എപ്പിത്തറ്റായിട്ട് വരുന്നതാണ് നായപ്പുട്ട എന്നുള്ള പേരുകൾ. ഓക്കെ, സോ ഓൺ ദ സെയിം ലൈൻ താണ്ടേ 2023 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫിലോസഫിയാണ് ചോദിച്ചേക്കുന്നത്. ഈ ഫിലോസഫി ഒന്ന് വായിച്ചു നോക്കേ. ഇതും നിങ്ങൾ കേട്ടിട്ടുള്ള ഫിലോസഫി ആയിരിക്കാം. ജൈനിസം എന്ന് പറയുന്നുണ്ട് ഗൗതം. വേറെ എല്ലാവരും ജൈനിസത്തിൽ തന്നെയാണോ? Souls are not only the property of animal and plant life, but also of rocks, running water, and many other natural objects not looked on as living by other religious sects. ജൈനിസം തന്നെയാണ് പറയുന്നത്. ബുദ്ധിസം പറയുന്നുണ്ട്. ശൈവിസത്തിലേക്ക് എത്തി. ഇനി ആർക്കെങ്കിലും വൈഷ്ണവിസം പറയണോ? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആവും. ഓക്കെ, സോ ഇവിടെ എല്ലാ
എല്ലാ പദാർത്ഥങ്ങളിലും ഒരു സോൾ ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഗൗതം പറഞ്ഞത് കറക്റ്റാണ്. അതുപോലെ ജൈനിസം പറഞ്ഞവരെല്ലാവരും കറക്റ്റാണ്. ജൈനിസത്തിലാണ് ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് 2023 വന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. എങ്കിൽ ഐ വിൽ ഷോ യു അനദർ ക്വസ്റ്റ്യൻ. 2011 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. The Jain philosophy holds that the world is created and maintained by. ഓപ്ഷൻ ഡി. നമ്മൾ തൊട്ട് മുന്നേ സോൾ പറഞ്ഞത് കാരണം എല്ലാവരും സോളിൽ പിടിച്ചിട്ടുണ്ട് അല്ലേ? യൂണിവേഴ്സൽ സോൾ. ഇനി അത് ആൻസർ എ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് യൂണിവേഴ്സൽ ലോ ആണ്. ജെയിൻ ഫിലോസഫി ഹോൾഡ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ എ യൂണിവേഴ്സൽ ലോ. അപ്പോൾ 2011 ഏകദേശം 12 years ബാക്ക് നമ്മുടെ UPSC ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫിലോസഫിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ദേ ആർ എക്സ്പെക്ടിങ് ഞങ്ങൾ 12 വർഷം മുന്നേ നിങ്ങളോടൊരു ബേസിക് കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോമാറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 2023 സെയിം ഏരിയ തന്നെ, പക്ഷേ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ വി സോ ക്വസ്റ്റ്യൻസ് ഫ്രം. ഓക്കെ, ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കേ. 2013 ക്വസ്റ്റ്യൻ ആണ്, സെയിം ഏരിയ. ബുദ്ധിസത്തിന്റെ കോൺസെപ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, നിർവാണ. ഇവിടെ നമുക്ക് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. നിർവാണയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ ബെസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് നിർവാണ ഇൻ ബുദ്ധിസം? കൺഫ്യൂസ്ഡ് ആയോ? ബി പറയുന്നുണ്ട്. എല്ലാവരും ബി ആണല്ലോ. ദ കംപ്ലീറ്റ് അനിഹിലേഷൻ ഓഫ് സെൽഫ്. ഓക്കെ, ബി ആണോ? ദ സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് ആൻഡ് റെസ്റ്റ്. എ ഉണ്ടോ? എ പറയുന്നുണ്ട്, ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ ഫ്ലെയിം ഓഫ് ഡിസയർ. എ മെന്റൽ സ്റ്റേജ് ബിയോണ്ട് ഓൾ കോംപ്രിഹെൻഷൻ ഉണ്ടോ? മൊത്തത്തിൽ പുകയാണ് എന്നാണ് ആക്ച്വലി UPSC ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു ഡിയില്. എനിവേ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന എ ആണ്. എ പറഞ്ഞവർ കറക്റ്റ് ആണ്. ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ഫ്ലെയിം ഓഫ് ഡിസയർ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ബുദ്ധിസം പഠിക്കുമ്പോൾ ബുദ്ധിസത്തിന്റെ ഫിലോസഫി ഒക്കെ പഠിക്കും അല്ലേ? ബുദ്ധൻ എന്താണ് പറഞ്ഞത്? ലോകം മുഴുവൻ ദുഃഖമാണ്, ഈ ദുഃഖത്തിന് കാരണം ഡിസയർ ആണ്. അപ്പം അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ ഫ്ലെയിം ഓഫ് ഡിസയർ ആണ് നിർവാണ എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് എത്തിക്കുന്നത്. ഓക്കെ, സോ ബുദ്ധിസം, ജൈനിസം, കുറെ സൈറ്റ്സ് ഇതിൽ നിന്നൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. 2025 UPSCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നമ്മൾ ഇത്രയും നേരം കുറച്ച് ഫിലോസഫി സൈറ്റ്സ് ഒക്കെയാണ് പറഞ്ഞത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി ആ സൈറ്റ്സിൽ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ രാജാക്കന്മാരായിരുന്നു, ആ രാജാക്കന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, Who among the following rulers in ancient India had assumed the titles Mattavilasa, Vichitrachitta and Gunabhara? എന്തെങ്കിലും ഐഡിയ? ഇവിടെ ഇപ്പം എല്ലാവരും ഒരുപോലെ ഇരിപ്പുണ്ടല്ലോ, നമ്മളിതെങ്ങനെ അറിയാനാണ്? അല്ല, ഇതിൻ്റെ ആൻസർ ഞാൻ തന്നെ പറയാമെങ്കിൽ മഹേന്ദ്രവർമ്മനാണ് ആൻസർ. പറഞ്ഞിട്ടുണ്ടോ? സി ഓർ എ, നരസിംഹവർമ്മനോ മഹേന്ദ്രവർമ്മനോ ഏതോ ഒരു വർമ്മനാണെന്ന് അറിയാം അല്ലേ? കറക്റ്റാണ്. ഇവിടെ എ ആണ് ആൻസർ.
മട്ടവിലാസ, വിചിത്ര ചിറ്റ എന്നൊക്കെ പറയുന്ന പല്ലവ കിങ് ആയിട്ട് വരുന്ന മഹേന്ദ്രവർമ്മനെയാണ്. അപ്പോൾ സദേൺ ഡൈനാസ്റ്റിയിലെ ഒരു ഡൈനാസ്റ്റി ചോദിക്കുക മാത്രമല്ല, ആ ഡൈനാസ്റ്റിയിൽ കൃത്യമായിട്ടുള്ള കിങ്സ് ആരൊക്കെയാണെന്നറിയണം, ആ കിങ്സ് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് എന്തൊക്കെ ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് UPSC ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ഇത് 2025 ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദ സെയിം പാറ്റേൺ ഗോയിങ് ഓൺ 2024. എഗെയിൻ നേരത്തെ നമ്മൾ പല്ലവ കണ്ടു, സദേൺ എംപയറിലെ ഒരു ഡൈനാസ്റ്റി ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് 2024 വിജയനഗര എംപയറിനെ കുറിച്ചാണ് ചോദിച്ചത്. എഗെയിൻ ഡെക്കാൻ റീജിയനിലെ ഒരു ഹിന്ദു ഡൈനാസ്റ്റിയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഗൗതം എന്താ പറഞ്ഞേ? കേട്ടില്ല. ദേവരായ 1. ഇവിടെ ഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്, എ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ എ ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ആൻസർ ദേവരായ 1 ആണ്. എഗെയിൻ UPSC വളരെ റാൻഡം ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ഡൈനാസ്റ്റി ചോദിച്ച്, കിങ്സിനെ ചോദിച്ച്, കിങ്സ് ഒക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ 150 ഡൈനാസ്റ്റിയും അതിലെ എല്ലാ കിങ്സിനെ പറ്റിയും പഠിക്കേണ്ടതെന്ന് നമ്മൾ വിചാരിക്കും. UPSC അതല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം UPSC എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻ 20 മാർക്കിനായിരിക്കും മാക്സിമം ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ സമയവും എടുത്ത് ഈ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഹിസ്റ്ററിയിലെ ഏതൊക്കെ ഡൈനാസ്റ്റി, ഏതൊക്കെ കിങ്സ് അങ്ങനെ പഠിക്കണം എന്നല്ല UPSC വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ നോക്കിയ മഹേന്ദ്രവർമ്മനാണെങ്കിൽ ദേവരായ 1 ആണെങ്കിലും ഈ പറയുന്ന ഡൈനാസ്റ്റിയിലെ മേജർ കിങ്സ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഡൈനാസ്റ്റിയിലെ മേജർ കിങ്സ് ആരൊക്കെയായിരുന്നു, അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ രീതിയിലായിരിക്കണം നമ്മളൊരു ഡൈനാസ്റ്റിയെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2021 എഗെയിൻ വിജയനഗര എംപയറിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് മാറ്റമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഫോണ്ട് ചെറുതാണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. വിജയനഗര എംപയറിനെ കുറിച്ച് അക്കോർഡിംഗ് to the Portuguese writer Nunes, the women in Vijayanagara Empire were experts in which of the following areas? കുറച്ച് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വിമൻ ഏതൊക്കെ ഏരിയാസിലാണ് എക്സ്പേർട്സ് ആയിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്നാലോചിച്ചൊക്കെ, ഏൻഷ്യൻ്റ് ഇന്ത്യ ആണ്, വിമൻ ഏതിലൊക്കെ ആയിരിക്കാം? ഏൻഷ്യൻ അല്ല, വിജയനഗരം വരുമ്പോൾ മിഡീവൽ ഇന്ത്യ ആവുന്നുണ്ട്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആരാ പറഞ്ഞേ? കരീഷ്മ, അഞ്ജന. ഓപ്ഷൻ സി. പിന്നീട് സൂത്സേയിങ് എന്താണ് മിസ്? സൂത്സേയിങ് എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ കൈ നോക്കിയൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഭാവിയെ കുറിച്ചൊക്കെ പറയുന്ന, ലൈഫിനെ കുറിച്ച് പറയുന്നതിനെയാണ് സൂത്സേയിങ് എന്ന് പറയുന്നത്. ഡി പറയുന്നുണ്ട്. അതാരാണ് പറഞ്ഞത്? അഫ്രീൻ ഡി പറയുന്നുണ്ട്, ഇക്ബാൽ സി പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അഫ്രീനോട് ചോദിക്കട്ടെ, അഫ്രീൻ എന്താ ഡി പറഞ്ഞേ? നിങ്ങൾ മടിയൊന്നും വിചാരിക്കണ്ട, എന്ത് പൊട്ടത്തരമാണെങ്കിലും പറഞ്ഞു. നമ്മൾ ഇങ്ങനെയൊക്കെയാ ചിലപ്പോൾ UPSC ആൻസറിൽ എത്തുന്നത്. സൂത്സേയിങ് ആസ്ട്രോളജി ഏകദേശം സെയിം അല്ലേ? അപ്പൊ ഒന്നിനെ എങ്ങനെ കളയും എന്നുള്ളതാണല്ലേ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്തിനെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അക്കൗണ്ടിങ് അങ്ങനെ വിചാരിച്ചു. ഓക്കെ, പിന്നെ പണ്ടത്തെ കാലത്ത് മാർഷൽ ആർട്സ് പഠിച്ചിരുന്നു. ഓക്കെ ഓക്കെ, നൈസ് ലോജിക്. ഓക്കെ, അപ്പൊ ബാക്കി സി പറഞ്ഞവരുടെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം.
റെസ്ലിംഗ് ഇല്ല, വിമൻ റെസ്ലിംഗ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 കളയാം. 1 കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സി ആണ് ഉത്തരം. 2 and 4 അങ്ങനെയാണോ സിയിലോട്ട് എത്തിയത്? ആണോ? യെസ്, ഓക്കെ. സോ ഇവിടെ നമ്മുടെ ആൻസർ അഫ്രീൻ പറഞ്ഞതാണ് കറക്റ്റ്. 1, 2, 3, 4 ആണ് കറക്റ്റ്. ഡി ആണ് റൈറ്റ് ആൻസർ. സോ UPSC ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ വിജയനഗരയെ കുറിച്ച് നേരത്തെയും ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ഒരു ഡൈനാസ്റ്റി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ ഡൈനാസ്റ്റിയുടെ ജനറൽ ഫീച്ചേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ആ ഡൈനാസ്റ്റിയിലെ എക്കോണമി എങ്ങനെയാണ്, എന്തൊക്കെയായിരുന്നു മേജർ ഒക്യുപ്പേഷൻസ്, എങ്ങനെയാണ് അവർ ടാക്സസ് കളക്ട് ചെയ്തിരുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരറിവ് വേണം. അതുപോലെ തന്നെ സൊസൈറ്റിയെക്കുറിച്ച് ഒരു അറിവ് വേണം. സൊസൈറ്റിയിൽ നമ്മൾ മേജർലി നോക്കുന്നത് റിലീജിയൻ എങ്ങനെയായിരുന്നു, വിമൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയായിരുന്നു, അതുപോലെ കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നോ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സൊസൈറ്റിയിൽ നോക്കേണ്ടത്. അപ്പം ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ലെറ്റ് മീ സേ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് മിക്ക ആസ്പിറൻസും വന്ന ഒരു ആൻസറും ഈ 2 and 4 ആയിരുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കുറേ പേര് 1, 2, 3, 4ലേക്കും എത്തി. അത് പക്ഷേ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടോ ഒന്നുമല്ല, ഒരു ജനറൽ ഐഡിയ. അതായത് ഈ വിജയനഗര എംപയറിലാണ് നമ്മൾ തെന്നാലിരാമൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കേൾക്കുന്നത്. അപ്പം ആസ് എ ചൈൽഡ് നിങ്ങൾ ഈ തെന്നാലിരാമൻ സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാർട്ടൂൺസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിലൊക്കെ വിമനെ റെസ്ലേഴ്സ് ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയ ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റിയേനെ. കാരണം 1 നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ ഇവിടെ 1, 2, 3, 4ലോട്ട് എത്താൻ വലിയ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ആൻഡ് അഫ്രീൻ്റെ ലോജിക്ക് വളരെ കറക്റ്റ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ 1, 2, 3, 4ലേക്ക് എത്തിയത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് 25ൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫാഹയാൻ, the Chinese pilgrim, traveled to India during the reign of. ഏത് രാജാവിൻ്റെ സമയത്താണ് ഫാഹയാൻ എന്ന് പറയുന്ന ചൈനീസ് ബുദ്ധിസ്റ്റ് ട്രാവലർ വന്നത് എന്നുള്ളതാണ്. ഇക്ബാൽ ബി പറയുന്നുണ്ട്. ബി. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? ചന്ദ്രഗുപ്ത 2 ആണ് ആൻസർ. ഫാഹയാൻ വരുന്നത് ചന്ദ്രഗുപ്ത 2ൻ്റെ കോർട്ടിലേക്കാണ്. എഗെയിൻ എൻ്റെ പുറകിൽ നമ്മുടെ UPSC അപ്പം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു മേജർ കിങ്ങിൻ്റെ സമയത്ത് ഏതൊക്കെയായിരുന്നു ഈ കിങ്ങിൻ്റെ കണ്ടംപററീസ്, അല്ലെങ്കിൽ ആ സമയത്ത് വിസിറ്റ് ചെയ്ത് ഫോറിനേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫാഹയാൻ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2025 കുറച്ചും കൂടെ ഈസിയർ സൈഡിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ 2020 വന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫാഹയാൻ റീനിൻ്റെ ടൈമിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ലെറ്റ് മീ ഷോ യു വൺ തിങ്. നമ്മൾ കുറച്ച് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണമെന്നല്ലേ. ഈ ക്വസ്റ്റ്യനിൽ UPSC ഓൾറെഡി നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അക്കോർഡിംഗ് ടു പോർച്ചുഗീസ് റൈറ്റർ ന്യൂനിസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ ഫർദർ ഇനി വരുന്ന വർഷങ്ങളിൽ യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. അതായത് പോർച്ചുഗീസ് റൈറ്റർ ന്യൂനിസ് അപ്പോൾ വിജയനഗര എംപയറിനെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് കിങ്ങിൻ്റെ ടൈമിലാണ് ന്യൂനിസ് വന്നത്, ന്യൂനിസ് വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ. സോ അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നും സിലബസ് ക്യൂറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയി, കണ്ടംപററീസ് ആയി. അങ്ങനെയാണെങ്കിൽ 2023 ചോദിച്ചേക്കുന്ന ഒരു കാര്യം, ഹൗ മെനി ഓഫ് ദ എബോവ് ഡൈനാസ്റ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കിങ്ഡംസ് ഇൻ ദ ഏർലി 8th century AD. അപ്പം ഒരു സെഞ്ചുറി തന്നിട്ട് ഏർലി 8th century എന്ന് പറയുന്നുണ്ട്. അവിടെ ഏതൊക്കെ ആൾക്കാരാണ് കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആയിരുന്നു ഏർലി 8th century കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഏർലി 8th century എന്നുള്ളത് കൃത്യമായിട്ട് ആരൊക്കെയാണ് എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവാം.
ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആവാം. നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കുറച്ച് ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതിലോട്ട് വരാം. ഇതൊന്ന് ചെയ്തേ. സെയിം ഏരിയ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് അണ്ടിൽ ദ റൈസ് ഓഫ് ഹർഷവർദ്ധന ഇൻ ദ ഏർലി 7th century. കുറച്ച് മുന്നേ ഏർലി 8th century ആണ് കണ്ടത്. അവിടെ നിന്നും എ ഓർ ബി ആണോ അത് നേരത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. ഇതൊന്ന് ചെയ്തേ. ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് ഏർലി 7th century കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഏർലി 7th century, നേരത്തെ നമുക്ക് സെഞ്ചുറി മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. ഇവിടെ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് തൊട്ട് ഹർഷവർദ്ധന വരെ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ടാണ് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് വെയർ ഹോൾഡിംഗ് പവർ ഇൻ ദ നോർത്തേൺ ഇന്ത്യ. എന്നിട്ട് ഏകദേശം ഒരു 6 ഡൈനാസ്റ്റീസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് താഴോട്ട് പോയി ഓപ്ഷനും കൂടെ കാണിച്ചു തരായിരുന്നു. ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് അണ്ടിൽ ദ റൈസ് ഓഫ് ഹർഷവർദ്ധന വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് വെയർ ഹോൾഡിംഗ് പവർ ഇൻ ദ നോർത്തേൺ ഇന്ത്യ. അവിടെ ഓപ്ഷൻസ് വന്നേക്കുന്നത് Guptas of Magadha, Paramaras of Malwa, Pushyabudhis of Taneshwar, Maukharis of Kannauj, Yadavas of Devagiri, Maitragas of Vallabi. ഞാൻ കുറച്ച് താഴോട്ട് പോവാണേ. ഓപ്ഷൻസും കൂടെ നിങ്ങൾക്ക് കണ്ടിട്ട് ഏതാന്ന് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ത്രീ എന്ന് പറയുമ്പോൾ 2, 3, 4 എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പരമാരാസ് ഓഫ് മൽവ, പുഷ്യബുദ്ധീസ് ഓഫ് താനേശ്വർ ആൻഡ് മൗഖാരിസ് ഓഫ് കന്നൗജ്. ഓക്കെ, ഡി പറയുന്നുണ്ട് 5 and 6. ഓക്കെ, സി ഓർ ബി. സി ഓർ ബി. ആഫ്രീൻ, സി ഓർ ബി എന്താടാ? ബി ആണോ? ഹർഷവർദ്ധന പുഷ്യഭൂതിയിലുള്ളതാണ്. അപ്പൊ 3 ഉള്ളതായിരിക്കും ആൻസർ. അങ്ങനെ ബി ഓർ സിയിലോട്ട് എത്തി. ഇക്ബാലോ? ഇക്ബാൽ ബി ആ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഇക്ബാൽ എങ്ങനെ ആൻസറിലേക്ക് എത്തിയേ? ബിയിലോട്ട് എത്തിയത്? ഇല്ല, ചുമ്മാ പറഞ്ഞാണോ? ഓക്കെ, അപ്പോൾ ഇവിടെ ആഫ്രീൻ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് ഹർഷവർദ്ധന എന്നുള്ളത് പുഷ്യഭൂതി ഡൈനാസ്റ്റി. കേൾക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ എന്താണ്, ആരൊക്കെയാണ് ഇവരൊക്കെയെന്ന് ഡൗട്ട് അടിക്കേണ്ട. നമ്മൾ പഠിക്കും. ഹർഷവർദ്ധന പുഷ്യഭൂതി ഡൈനാസ്റ്റി ആണെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പം അത് ഏകദേശം ഗുപ്താസ് കഴിഞ്ഞ് വരുന്ന ഒരു ഡൈനാസ്റ്റി ആണ്. അപ്പം ഹർഷവർദ്ധന പുഷ്യഭൂതിയാന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ 3 ആൻസറിൽ ഉണ്ടാവും. അപ്പോൾ 1, 3, 4, 6ഉം 2, 3, 4ഉം ഇതിലേതോ ഒന്നായിരിക്കും നമ്മുടെ ആൻസർ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് അണ്ടിൽ ദ റൈസ് ഓഫ് ഹർഷവർദ്ധന എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അതായത് ഗുപ്താസിന്റെ ഡിസിൻറ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഹർഷവർദ്ധന വരുന്നത് വരെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഹർഷവർദ്ധന വരുമ്പോൾ പുഷ്യഭൂതീസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ പുഷ്യഭൂതി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി എന്നാണ് ഹർഷവർദ്ധന വരുന്നത്. അപ്പോൾ പുഷ്യഭൂതീസ് ഉണ്ട്. നമ്മൾ 3 എത്തി. പിന്നെ ആദ്യത്തെ ഓപ്ഷൻ നോക്കേ, ഗുപ്താസ് ഓഫ് മഗധ. ഫ്രം ദ ഡിക്ലൈൻ ഓഫ് ഗുപ്താസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ഫ്രം ദ ഡിക്ലൈൻ എന്ന് പറയുമ്പം ഒരൊറ്റ പോയിന്റിൽ അവർ എക്സ്റ്റിങ്ക്വിഷ്ഡ് ആയി പോവുകയാണോ? അല്ല.
ഒരു വലിയ ഏരിയയിൽ റൂൾ ചെയ്തിരുന്ന ഗുപ്ത എന്ന് പറയുന്ന ഡൈനാസ്റ്റി, ഞാൻ നേരത്തെയും ഡൈനാസ്റ്റി അറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ഗുപ്ത മൗര്യാസ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഗുപ്ത എന്നൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മൾ ജനറലി നമ്മൾ കേൾക്കുന്ന ഒരു ഡൈനാസ്റ്റി ആണെങ്കിൽ അത്രയും വലിയ ഏരിയ അവർ അന്ന് റൂൾ ചെയ്തിരുന്നിരിക്കണം. അപ്പം ആ ഒരു ഡൈനാസ്റ്റി ഡിക്ലൈൻ തുടങ്ങിക്കഴിയുമ്പോൾ ആ ടെറിറ്ററി അവരുടെ ചെറുതായി വരുമെന്നേ ഉള്ളൂ. അവർ കംപ്ലീറ്റ്ലി ഇല്ലാതാവുമോ? ഇല്ല, അത് പതുക്കെ പതുക്കെ ആയിരിക്കും അവർ ഇല്ലാതാവുന്നത് അല്ലേ. അപ്പോൾ ഫ്രം ദ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ഗുപ്താസിന്റെ ചെറിയൊരു ഡൈനാസ്റ്റി ആ മഗധ റീജിയനിലോ ഏതെങ്കിലും ഒരു റീജിയനിലോ ഉണ്ടായിക്കൂടെ? സോ അങ്ങനെയാണ് നമ്മൾ ഗുപ്താസ് ഓഫ് മഗധ എന്തായാലും ഉണ്ടാവും, പുഷ്യഭൂതീസും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം വരുന്ന ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. 1ഉം 3ഉം കഴിഞ്ഞ് 4ഉം 6ഉം ആണ് കൊടുത്തേക്കുന്നത്. മൗഖാരീസ് ഓഫ് കന്നൗജും മൈത്രഗാസ് ഓഫ് വല്ലഭിയും. അപ്പോൾ ഈ സമയത്ത് ഇവരൊക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത്. നമുക്ക് ആക്ച്വലി ഇവരെ മൗഖാരീസിനെയോ മൈത്രഗാസിനെയോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, സോ നേരത്തെ നന്ദഗോപൻ ഏതായിരുന്നു ഓപ്ഷൻ പറഞ്ഞ് എ ഓർ ബി ആണോ എന്ന് ചോദിച്ചായിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ്റെ. ആക്ച്വലി അതിൽ നൺ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇതൊന്നും 8th സെഞ്ച്വറിയിലുള്ള ഡൈനാസ്റ്റീസ് അല്ല. ഹൊയ്സാലയോ ഗഹദ്വാലയോ, ഗഹദ്വാല നമ്മളിപ്പോൾ തൊട്ട് താഴെയും കണ്ടിരുന്നു, കക്കട്ടിയാസ്, യാദവാസ് എന്നൊക്കെ പറയുന്നത് പിന്നീട് ഏകദേശം 10th to 13th സെഞ്ച്വറിയിൽ വരുന്ന ഡൈനാസ്റ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിടത്തും 2023ലും 21ലും ഒരു ടൈം പീരീഡ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഡൈനാസ്റ്റീസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി UPSC 2020 തൊട്ട് കൊണ്ടുവന്നൊരു പാറ്റേൺ ആണ്. അതായത് ടൈം ലൈൻ ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു കിങ്ഡത്തിൻ്റെ റൂള് കഴിഞ്ഞ് അടുത്തതിലോട്ട് പോകുമ്പം ആരൊക്കെയായിരുന്നു റൂള് ചെയ്തിരുന്നത്, അതായത് ട്രാൻസിഷൻ ഓഫ് കിങ്ഡത്തിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, അത് 21 തൊട്ട് ഈ 25ൽ വന്നിട്ടില്ല, പക്ഷെ അതിന് മുന്നുള്ള വർഷങ്ങളിൽ ആ ഒരു 5 ഇയേഴ്സിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കൊണ്ടുവന്നു. അപ്പോൾ നേരത്തെ നമുക്ക് മേജർ കിങ്സും കിങ്ഡംസും അറിയണമെന്ന് UPSC പറയുകയാണെങ്കിൽ ഇപ്പോൾ UPSC പറയുകയാണ് അത് മാത്രമല്ല, ഒരു വലിയ കിങ്ഡത്തിൽ നിന്ന് അടുത്ത കിങ്ഡത്തിലോട്ട് പോയപ്പം എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ സംഭവിച്ചിരുന്നത്, ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ ടോപ്പിക് ദാറ്റ് വി വിൽ ബി ഡീലിംഗ് വിത്ത്. Now we are going to the last topic, അല്ലെങ്കിൽ ബുക്ക് നെയിംസ് ആൻഡ് വേർഡ് മീനിങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബുദ്ധിസം ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ടെക്സ്റ്റുകളായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ലിറ്റററി വർക്കും ഓതറും കൊടുത്തുകൊണ്ടുള്ളതാണ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ ഡോണ്ട് വാണ്ട് യു ടു അറ്റംപ്റ്റ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇവിടെ only 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 2ഉം 4ഉം ആണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതൊന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. The national motto of India, Satyameva Jayate, inscribed below the emblem of India is taken from? Satyameva Jayate is taken from? D. മുണ്ടക ഉപനിഷത്ത് അല്ലെ. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ ഇൻസ്ക്രൈബ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഫോർ ദ പാസ്റ്റ് 10 years he have been using many phrases from Upanishads and one of it is വസുദൈവ കുടുംബകം. അതേത് ഉപനിഷത്തിൽ നിന്നാണ്? വസുദൈവ കുടുംബകം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. PM-ന്റെ മേജർ സ്പീച്ചസിലെല്ലാം, ഇന്റർനാഷണൽ സ്പീച്ചസിലെല്ലാം നമ്മൾ ഈ ഒരു ടേം കേട്ടിട്ടുണ്ട്, ഒരു ഫ്രേസ് കേട്ടിട്ടുണ്ടാവും, വസുദൈവ കുടുംബകം എന്നുള്ളത്. സോ ദാറ്റ് വാസ് ഫ്രം മഹാ ഉപനിഷത്ത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫെയർസിൽ നിന്ന് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം PM എന്തെങ്കിലും ഒരു ഫ്രേസ് പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ഫ്രേസിനെ കുറിച്ച് ഒരു ഡിബേറ്റ് ഉണ്ടായി. അപ്പം ഇത് ഇങ്ങനെ പബ്ലിക് ഓഡിയൻസിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കണം. ഇപ്പം നിങ്ങൾ പത്രം വായിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കഴിഞ്ഞൊരു 2 weeks യു ക്യാൻ സി എന്താണ് PM
ചോല എംപയറിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അല്ലേ, അവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആസ് എ ആസ്പിറൻറ്റ് അല്ലെങ്കിൽ UPSC അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ആസ്പിറൻറ്റ് എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ആ ഡൈനാസ്റ്റി ഏത് ടൈം പീരീഡ് ആയിരുന്നു, അല്ലെങ്കിൽ PM എന്തിനെയൊക്കെ കുറിച്ചാണ് പറഞ്ഞത്, അതിൻ്റെ എക്കോണമിയെ കുറിച്ച് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയായിരുന്നു, ആ സമയത്ത് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എങ്ങനെയായിരുന്നു. ഓക്കെ, നമ്മൾ ശ്രീ വിജയപുരം എന്നൊക്കെ പോപ്പുലറിൻ്റെ ഒക്കെ പേര് മാറ്റിയതൊക്കെ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ. അത് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, ഇവിടുന്നൊക്കെ ആയിരിക്കും UPSC ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ 2022 PM ആക്ച്വലി വിസിറ്റഡ് സോംനാഥ് ടെമ്പിൾ ഇൻ ഗുജറാത്ത്. 2023 ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. ഇറ്റ് വാസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ മോഡേൺ ഹിസ്റ്ററി. പക്ഷേ അഗെയിൻ ആ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, സോ വെൻ യു റീഡ് യുവർ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റണം നമ്മൾ പഠിച്ചതുമായിട്ട്. ഇതാണ് ഒരു വേർഡ് മീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കിങ്ഡം. ദ ഇറിഗേഷൻ ഡിവൈസ് അരഗട്ട വാസ്. നിങ്ങളിപ്പം അരഗട്ടയോ ഏത് കട്ട എന്നുള്ള അവസ്ഥയായിരിക്കും. എന്നാലും ഒന്ന് വായിച്ചു നോക്കെ. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വായിച്ചിട്ട് ഓപ്ഷൻസിലാ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? The irrigation device Aragatta was. ഇറിഗേഷൻ ഡിവൈസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പേരെവിടെ നിൽക്കട്ടെ, പേരിൻ്റെ അർത്ഥം നമുക്കറിയത്തില്ലെങ്കിലും ഇറിഗേഷൻ ഡിവൈസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയിട്ട് ഈ ഒരു ഇറിഗേഷൻ ഡിവൈസിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിലും? ARD ഞാൻ കേട്ടിട്ടുണ്ട്. ARCയും പറയുന്നുണ്ട്. BRC ആണോ പറഞ്ഞത്? ഓക്കെ, BRC പറയുന്നുണ്ട്. A large earthen pot driven by bullocks, a large wheel with earthen pots tied to the outer ends of its box. Okay. B പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കൂടുതലും B ആണ് കാണുന്നത്. A water bag made of leather pulled over a pulley. ഓക്കെ, എയും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് B ആണ്. ഓക്കെ, കുറേ പേര് B ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പാടത്ത് ഒരു വീല്, സ്പോക്സ് ഉള്ള ഒരു വീലിൽ ആ സ്പോക്സിൻ്റെ അറ്റത്ത് ഒരു പോട്ടോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ ടൈഡപ്പായിട്ട് രീതിയിലുള്ളൊരു ഇറിഗേഷൻ ഡിവൈസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് ഈ അരഗട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ നമ്മളിപ്പോൾ ഇറിഗേഷൻ ഡിവൈസ് എന്ന് കണ്ടു, അത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ആൻസറിലോട്ട് എത്താൻ പറ്റുമെന്ന്. അല്ല, ഇത് 2025 ചോദിച്ചിട്ടുണ്ടെങ്കിൽ UPSC 2016 ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ഫോമാണ് 2025 ചോദിച്ചത്. 2016 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വിത്ത് റെഫറൻസ് ടു എക്കണോമിക് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ദ ടേം അരഗട്ട റെഫേഴ്സ് ടു. എന്താണ് ആൻസർ? C. വാട്ടർ വീൽ യൂസ്ഡ് ഇൻ ദ ഇറിഗേഷൻ ഓഫ് ലാൻഡ്. അപ്പോൾ 2016 കൃത്യമായിട്ട് UPSC നിങ്ങളോട് പറഞ്ഞു ഇത് എക്കണോമിക് ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ്, മിഡീവൽ ഇന്ത്യയിലുള്ള ഒരു സാധനമാണ് അരഗട്ട. അതെന്താണെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു വാട്ടർ വീൽ യൂസ്ഡ് ഇൻ ദ ഇറിഗേഷൻ ഓഫ് ലാൻഡ് ആണ്. നെക്സ്റ്റ് അപ്പോൾ എന്ത് ചെയ്തു? ഈ വാട്ടർ വീലിനെ എവിടെ വെച്ചിട്ട് ഇറിഗേഷൻ ഡിവൈസ് ആയിട്ട് അരഗട്ട എന്നതിൻ്റെ മീനിങ് എന്താണെന്നാണ് 2025 ചോദിച്ചത്. ഓക്കെ, അപ്പോൾ 2016 ഇത് കണ്ടിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരാൾക്ക് ദേ വിൽ നോ ഇതെന്താണെന്നുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്തേ. 2020 ചോദിച്ചതാണ്. അഗെയിൻ വേർഡ് മീനിങ് ആണ് കുല്യവാബ, ദ്രോണവാബ. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും 2 ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഒന്ന് ആലോചിച്ചേ, നിങ്ങൾക്ക് ഈ വാക്ക് വെച്ചിട്ട് നമ്മുടെ ടേംസ് ഏതെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ഒരു ഡിഡക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കേ. കുല്യവാപ, ദ്രോണവാപ. ആദർശ് ARC പറയുന്നുണ്ട്.
ഒരാളെ ആൻസറിലോട്ട് എത്തിയോളോ? ആ, ബി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് എ ആണ്, മെഷർമെന്റ് ഓഫ് ലാൻഡ്. ഓക്കെ, എയും പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, എയും പറയുന്നുണ്ട്. സോ ഇവിടെ ആൻസർ എ തന്നെയാണ്, മെഷർമെന്റ് ഓഫ് ലാൻഡ്. ഇനി എ പറഞ്ഞ ആളൊന്ന് പറയാവോ എന്തുകൊണ്ട് പറഞ്ഞു എന്ന്? ആദർശും എ ഓർ സി പറഞ്ഞിരുന്നു, അനീഷയും പറയുന്നുണ്ട്. അനീഷ എന്താടാ എന്ന് പറഞ്ഞത്? ചുമ്മാ ഗസ് ആണേലും കുഴപ്പമില്ല, പറഞ്ഞു. അതായത് ഡ്രോൺ എന്ന് പറയുമ്പോ എന്തോ റിലേഷൻ ഓ, ഓക്കെ ഓക്കെ. ആ, പിന്നെ വാപ്പ എന്ന് പറയുമ്പോ എന്തോ ലാൻഡ് റിലേറ്റഡ് ആണെന്ന് പറയും. ലാൻഡ് റിലേറ്റഡ് ആണ്. ഓക്കെ ഓക്കെ. ആ, അനീഷയല്ലേ നേരത്തെ ഹിസ്റ്ററി ഓഫ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ? ആ, ഓക്കെ ഓക്കെ, ഫൈൻ. ആദർശോ? ഈ ലാൻഡിനെ പറ്റി ഈ ഓപ്ഷൻ എ സി മറ്റേത് ബി ഒ ടി അപ്ലൈ ക്യാൻസൽ. ആ, രണ്ടിലും ലാൻഡ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ലേ? ഓക്കെ ഓക്കെ. സോ ഇതിൻ്റെ ഒരു ട്വിസ്റ്റഡ് ലോജിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ലാൻഡ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കറക്റ്റാണ്, എ ആർ സിയിലോട്ട് എത്തി. പിന്നെ വാപ്പ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് മീൻസ് ടു സോ. സീഡ്സ് സോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വാപ്പ് എന്നല്ലെങ്കിൽ വാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് എത്ര സീഡ്സ് സോ ചെയ്ത ആ ഒരു ലാൻഡ് എത്രയുമാണ്, അതിൽ നിന്നാണ് ഈ കുല്യവാപ്പ, ദ്രോണവാപ്പ എന്നുള്ള വാക്കുകളൊക്കെ വരുന്നത്. സോ ദാറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് ലാൻഡ്. എത്ര സീഡ്സ് സോ ചെയ്തിട്ടുണ്ട്, എത്ര ഏരിയയിലാണ് സോ ചെയ്തിട്ടുള്ളത്. ഇനി അത് പോട്ടെ, നമുക്ക് മലയാളത്തിലോട്ട് വരാം. നിങ്ങൾ വ്യാപ്തി എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് വ്യാപ്തി? വ്യാപ്തി എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണെന്നുള്ളത് പോട്ടെ, കേട്ടിട്ടില്ലേ? മലയാളത്തില് ആ, ഡെപ്ത് അല്ലേ, എക്സ്റ്റൻഷൻ അല്ലേ? ആ, അപ്പോൾ യു നോ സംതിങ് റിലേറ്റഡ് ടു ലാൻഡ് അല്ലെങ്കിൽ ലാൻഡിന്റെ മെഷർമെന്റും ആയിട്ടുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ ഈ വ്യാപ്തി എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്തിൻ്റെ ഒരു മെഷർമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കാണ് വ്യാപ്തി എന്നുള്ളത്. അതിൻ്റെ റൂട്ട് വേർഡിലോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ദാറ്റ് ഈസ് ലൈക്ക് എ വൈൽഡ് ഗസ്, ബട്ട് സ്റ്റിൽ വി വിൽ റീച്ച് ദ ആൻസർ. ഓക്കെ, മെഷർമെന്റ് ഓഫ് ലാൻഡ്. നമുക്ക് 2 hours ആണ് എക്സാം ഉള്ളത്, 100 questions ആണുള്ളത്. സോ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോയാലേ ഈ 100 questionസിലോട്ട് നമുക്ക് 100 questionസും വായിച്ച് ഒരു പ്രാവശ്യമല്ല, നമ്മൾ ചിലപ്പോൾ 2 പ്രാവശ്യം വായിച്ചിട്ടൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. കാരണം ഭയങ്കര ഡിസിസീവായിട്ടുള്ള ഒരു 2 hours ആണ്. അതിൽ ചില സമയം നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ ഞാനിപ്പം പല ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഇതിപ്പം പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ പതുക്കെ വായിച്ച് ലോജിക്കൊക്കെ വെച്ച് ചെയ്താൽ എത്താൻ പറ്റുമല്ലോ ആൻസറിലാണ്. ആൻഡ് ഇവിടെ എല്ലാം ഡിസിസീവ് ഫാക്ടറായിട്ട് വരുന്നത് ടൈം ആയിരിക്കും. കാരണം നിങ്ങളിത് വായിച്ച് ലോജിക് ഉണ്ടാക്കി ആൻസറിലോട്ട് എത്തുമ്പോഴത്തേനും പഠിച്ചൊരു ആസ്പിറൻറ്റ് 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് യു വിൽ ഫോൾ ബിഹൈൻഡ്. അവിടെയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യകതയും കൂടെ വരുന്നത്. സോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുകയാണ്, നിങ്ങൾ പഠിച്ചു വെച്ച ഫാക്ട്സ് മറന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് അറ്റംപ്റ്റ്സും കൂടെ വേണം, കുറച്ച് ക്വസ്റ്റ്യനും കൂടെ അറ്റംപ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ലോജിക് ഉപയോഗിച്ച് വേണമെങ്കിലും ആൻസറിലോട്ട് എത്താം. അതായത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആൻസറിലോട്ട് എത്താൻ ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ദെൻ ഇതൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 2024 വന്നതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് ദ ലേറ്റസ്റ്റ് ഇൻക്ലൂഷൻ ഇൻ ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ? ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിൽ ലാസ്റ്റ് ഇയർ 2023 ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സി പറയുന്നുണ്ട്.
എല്ലാവരും സി ആണെന്ന് പറയുന്നത്. സി ആണ് കറക്റ്റ്. ഗർഭ ഡാൻസ് ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത്. സോ ഗർഭ ഡാൻസ് ഇസ് ആൻസർ. ദാറ്റ് വിച്ച് ഓൾസോ മീൻസ് മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെയും യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ടാഗ് കിട്ടിയ ഒരു സൈറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നത്. 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. 2002 സൈറ്റിന് ടാഗ് കിട്ടി, യുനെസ്കോ ടാഗ് കിട്ടി. അതുകൊണ്ട് 2023 ആ സൈറ്റിനെ കുറിച്ച് ചോദിച്ചു. ഇവിടെ 2023 കിട്ടുന്നത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ടാഗ് ആണ്. അതിൽ ഗർഭ ഡാൻസ് വന്നു. അപ്പം യു ഷുഡ് ബി നോയിങ് ദാറ്റ് വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ടാഗ് എന്താണ്, അതുപോലെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ടാഗ് എന്താണ്. യുനെസ്കോയുടെ ഇങ്ങനെ 2 ടാഗ്സ് ഉണ്ട്. ഈ ടാഗ്സിന്റെ താഴെ ഏതൊക്കെ സൈറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വീക്കിൽ പത്രത്തിൽ ഒരു സൈറ്റ് ഈ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ടാഗ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടിരുന്നോ? ഒരു കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ സൈറ്റ്സിന് ടാഗ് കിട്ടിയെന്നൊരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിവൺ ആരെങ്കിലും കണ്ടിരുന്നോ? ഓക്കെ. സോ വന്നിട്ടുണ്ടായിരുന്നത് ശിവജിയുടെ ഫോർട്സിനാണ്, മറാത്ത ഫോർട്സിനാണ് യുനെസ്കോ ടാഗ് കിട്ടിയത്. അപ്പം യു ഷുഡ് ബി നോയിങ് അബൌട്ട് ദാറ്റ് ടു. ഓക്കെ. അപ്പോൾ ഈ ടാഗ് കിട്ടുന്ന ഏതിനൊക്കെയാണ്, എത്ര ആർട്ട് ഫോംസിന് ഇൻടാഞ്ചിബിൾ ടാഗ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ എത്ര സൈറ്റ്സിന് അല്ലാത്ത ടാഗ്സ് ഉണ്ട്, ഇതൊക്കെ നോക്കിയേക്കുക. ഓക്കെ. സോ ഇതാണ് നമ്മുടെ UPSC പ്രിലിംസിന് ചോദിക്കുന്ന രീതി. അതായത് ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററിന്ന് യു ക്യാൻ സി ക്വസ്റ്റ്യൻസ് ഫ്രം ഓൾ ദീസ് ഏരിയാസ്. അതായത് നമ്മൾ ആദ്യം കണ്ടു ഹിസ്റ്ററിക്കൽ സൈറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മോസ്റ്റ്ലി ഇപ്പം നമ്മൾ മഹാജനപദാസിനെ കണ്ടു, അതുപോലെ ഇൻഡസ് വാലി സൈറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ നേരത്തെ സ്കിപ്പ് ചെയ്തത് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻഡസ് വാലി സൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹെറിറ്റേജ് ടാഗ് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ സ്കിപ്പ് ചെയ്തത്. പിന്നെ ഏൻഷ്യൻ പോർട്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചന്ദ്രകേജുകാരൊക്കെ കണ്ടല്ലേ, അതൊക്കെ പോർട്ട് സിറ്റിയുടെ അടുത്തുള്ള പ്ലേസസ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഹിസ്റ്ററിക്കൽ സൈറ്റ്സിൽ ചോദിക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ കണ്ടു എന്താണ്, ബുദ്ധിസവും ജൈനിസവും റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് ചോദിക്കാം. ഇപ്പൊ കേവ്സ്, എല്ലാറ കേവ്സ്, അജന്ത കേവ്സ് ഒക്കെ നമുക്കറിയായിരിക്കും. അവിടത്തേക്ക് കോൺട്രിബ്യൂഷൻസ്, അവിടത്തേക്ക് ചെറിയ സൈറ്റ്സ്, ടെമ്പിൾസ്, കാര്യങ്ങൾ ചോദിക്കാം. അപ്പം അങ്ങനെ സൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് തമിഴ്നാട്ടിൽ ഒരു സൈറ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് എക്സ്കവേഷൻ റിലേറ്റഡ് ആയിട്ട്. ഏതാണ്? കറണ്ട് അഫയേഴ്സിൽ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്ക ന്യൂസ് ചാനൽസൊക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ചെയ്ത് ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. സെൻഡർ എഗ്രി ചെയ്യുന്നില്ല ടൈം ലൈനുമായിട്ടെന്നൊക്കെ പറഞ്ഞ്. തമിഴ്നാടിൽ നിന്നൊരു സൈറ്റ്. ഇല്ല. ഓക്കെ. നമ്മൾ കുറച്ചുകൂടെ കീഴാടി എന്ന് പറയുന്ന ഒരു എക്സ്കവേഷനും അതിന് റിലേറ്റഡ് ആയിട്ട് സെൻട്രും തമിഴ്നാടു ഗവൺമെന്റുമായിട്ട് നടക്കുന്ന ടസലിനെ കുറിച്ചൊക്കെ കറണ്ട് അഫയേഴ്സിലുണ്ട്. എഗെയിൻ അതും സൈറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. പിന്നെ നമ്മൾ നേരത്തെ മങ്ങാട് കണ്ടല്ലേ, കേരള കൊല്ലത്തിൽ മങ്ങാട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ യു ക്യാൻ ഓൾസോ സി അനദർ അയണേജ് സൈറ്റ് ഫ്രം തമിഴ്നാടു വിത്ത് ദ സെയിം നെയിം മങ്ങാട്. ഓക്കെ, അവിടെ ഒരു മങ്ങാട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും കൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് ഈ സൈറ്റ്സിൽ നമ്മൾ കാണുന്നത്. ഓക്കെ. പിന്നീട് ഞാൻ പറഞ്ഞു ബുദ്ധിസം ആൻഡ് ജൈനിസം, ഫിലോസഫി, എപ്പിത്തെറ്റ്സ്, കോർ കോൺസെപ്റ്റ്സ്, അതുപോലെ സെക്ട്സ്. നമ്മൾ മഹാസംഖികാസ് എന്ന് കണ്ടു. അതുപോലെ വേറെ പല സബ് ക്ലാസിഫിക്കേഷനും ബുദ്ധിസത്തിന്റെ താഴെ വരുന്നുണ്ട്. അപ്പോൾ ഫിലോസഫി, മേജർ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് ബുദ്ധിസം, സൈറ്റ്സ് ഓഫ് ബുദ്ധിസം, കേവ്സ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇതിൻ്റെ താഴെ ചോദിക്കാം. ആൻഡ് ഓൾസോ ലിറ്റററി വർക്ക്സ്. ഓക്കെ, അതെല്ലാം ബുദ്ധിസം ജൈനിസം റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം. ബുദ്ധിസം ജൈനിസം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക് ഇൻ UPSC ആണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ബാക്കിലോട്ട് നിങ്ങൾ ഒരു 10-15 ഇയേഴ്സ് എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ബുദ്ധിസം ജൈനിസം റിലേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ടൈം ലൈൻ ട്രാൻസിഷൻസ് ഓഫ് കിങ്ഡംസ് അല്ലേ.
ടൈം ലൈൻസിലാണ് നമ്മളിവിടെ ആരായിരുന്നു കണ്ടംപററി, ആരായിരുന്നു ആ സമയത്ത് വിസിറ്റ് ചെയ്ത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈം ലൈനിൽ നിന്നാണ് ചോദിക്കുന്നത്. പിന്നീട് ട്രാൻസിഷൻ ഓഫ് കിങ്ഡംസ് നമ്മൾ കണ്ടു, ഗുപ്തയിൽ നിന്ന് ഹർഷവർദ്ധനയിലേക്ക് പോകുമ്പോൾ ആരൊക്കെ റൂൾ ചെയ്തു, അല്ലെങ്കിൽ ഏർലി 8th സെഞ്ച്വറിയിൽ ആരൊക്കെ റൂൾ ചെയ്തു. ഇതുപോലുള്ള ട്രാൻസിഷൻ പീരീഡ്സ്, മേജർ കിങ്ഡംസ് തമ്മിലുള്ള ട്രാൻസിഷൻ പീരീഡ്സിൽ ആരൊക്കെ റൂൾ ചെയ്തിരുന്നു, ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് പിന്നീട് ചോദിക്കുന്നത്. നെക്സ്റ്റ് യു ക്യാൻ സി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡംസ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു ആസ്ട്രോളജി, റെസ്ലിംഗ് എന്നൊക്കെ കണ്ടു. ഒരു കിങ്ഡത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് അവിടെ എടുത്തു ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങൾ, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് എങ്ങനെയാണ് ഒരു ഡൈനാസ്റ്റിയുടെ, ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് വി സോ ബുക്ക്, ഓത്തർ ആൻഡ് വേർഡ് മീനിങ്സ്. ടേംസ് മോസ്റ്റ്ലി NCERTസിലും നമ്മുടെ ഐലേൺ PDFസിലും കാര്യങ്ങളിലും ഒക്കെ വരുന്ന ടേംസും കാര്യങ്ങളും കളക്ട് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. പിന്നീട് നമ്മളിപ്പോൾ കണ്ടു, ഒരു ക്വസ്റ്റ്യൻ ടേം ഇപ്പം അറിയത്തില്ലെങ്കിലും ലോജിക്കലി എങ്ങനെയും അതിൻ്റെ കൺക്ലൂഷനിലോട്ട് എത്താൻ ശ്രമിക്കുക. ആൻഡ് ഫേമസ് ഡ്രാമാസ് ആൻഡ് പോയട്രി, ഇതും നമ്മൾ ഓരോ കിങ്ഡത്തിൻ്റെ ടൈമിലുള്ള മേജർ പോയറ്റ്സ് ആരായിരുന്നു, അവരെഴുതിയ വർക്ക്സ് എന്താണ്, വർക്ക്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർലി UPSCയുടെ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രം ഹിയർ നമ്മൾ എന്തായാലും ഇത്രയും നേരം പ്രിലിംസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ മെയിൻസിൽ നമ്മൾ കണ്ടു, നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ എന്നുള്ള ടോപ്പിക്സ് ആണ്. ദാറ്റ് ഡസൻ മീൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും സോഷ്യൽ കണ്ടീഷൻസിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നല്ല, പക്ഷേ മേജർലി UPSC ആ ഒരു പോയിന്റ് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ യു ക്യാൻ സി മേജറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ്. അതായത് ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ 2024 ക്വസ്റ്റ്യൻ നോക്കുക. You can see underline the changes in the field of society and economy from Rigvedic to the later Vedic period. 10 mark question ആയിരുന്നു. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സൊസൈറ്റി, എക്കോണമി ഒക്കെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എസ്റ്റിമേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് പല്ലവാസ് ഓഫ് കാഞ്ചി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ കൃത്യമായിട്ട് ആ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ഒരു ഡൈനാസ്റ്റിയുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ 2024 15 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. ദോ ദ ഗ്രേറ്റ് ചോലാസ് ആർ നോ മോർ യെറ്റ് ദെയർ നെയിം ഈസ് സ്റ്റിൽ റിമെമ്പേർഡ് വിത്ത് ഗ്രേറ്റ് പ്രൈഡ് ബിക്കോസ് ഓഫ് ദ ഹയസ്റ്റ് അച്ചീവ്മെന്റ്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കമ്മിറ്റി. വീണ്ടും ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള പോയിന്റിൽ സ്ട്രെസ് ചെയ്താണ് മെയിൻസിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം, ആ ഒരു റീജിയനിൽ നിന്നൊക്കെ, കണ്ടംപററീസ്, അതിൽ നിന്നൊക്കെയാണ് മേജർലി ചില ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഒരു സൈറ്റ് എവിടാണ്, അതിൻ്റെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് എന്താണ്, ലൊക്കേഷൻ എവിടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെ എല്ലാ ഡൈനാസ്റ്റീസിനെ കുറിച്ചും ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുമ്പോൾ അസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് accounts of the Chinese and Arab travelers in the reconstruction of history of India എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട്സ് ഓഫ് ചൈനീസ് ആൻഡ് അറബ് ട്രാവലേഴ്സ്. നമ്മളിപ്പോൾ പ്രിലിംസിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഫാഹയാൻ്റെ അല്ലേ. അപ്പോൾ ഫാഹയാൻ ആരാണ്, എപ്പോൾ വന്നു എന്ന് മാത്രമല്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കിവിടെ കൃത്യമായിട്ട് ചൈനീസിൻ്റെ താഴെ ഹ്വാൻസാങ്, ഫാഹയാൻ എന്നുള്ള റൈറ്റേഴ്സിനെ കൊണ്ടുവന്ന് ആൻസർ എഴുതാൻ പറ്റും. അറബ് ട്രാവലേഴ്സ് എന്ന് പറയുമ്പം അബ്ദുൾ റസാഖ്, അൽബറൂണി എന്ന് പറയുന്ന ട്രാവലേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് അവിടെ ലിങ്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നിട്ട് അവിടെ എന്താണ് പറഞ്ഞത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നീട് ബാക്കി പറയുന്നത് പോലെ ഒരു കിങ്ങിൻ്റെ കൃഷ്ണദേവരായ എന്ന് പറയുന്ന കിങ്ങിനെ കുറിച്ച് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അത് 2016 ഒക്കെ നോക്കിയാൽ 12.5 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് മെയിൻസിൽ മേജർലി ഒന്നെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 15 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, 12.5 എന്നുള്ള പാറ്റേൺ ഇപ്പോൾ UPSCക്ക് ഇല്ല. ഒന്നെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ 2 പുറത്തായിട്ട് ആൻസർ എഴുതണം, 2 പേജിലായിട്ട്. 15 മാർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 പേജ് ഉണ്ടാവും.
ഓക്കെ, അങ്ങനെയാണ് UPSC സ്പേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ആൻസർ കൃത്യമായിട്ട് ഡിമാൻഡ് അനുസരിച്ച് എഴുതാൻ പറ്റണം. ഇനി 10-15 മാർക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ GS 1 പേപ്പറിൽ ടോട്ടലി ഒരു 40 to 45 മാർക്സിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 30, 2 15 മാർക്കർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു 10ഉം 2 15 മാർക്കേഴ്സും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു 30 to 45 മാർക്സിന് ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു റീജിയനിൽ നിന്ന് GS 1 ചോദിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു അനാലിസിസിൽ ഈ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ആ ഒരു ആർട്ട് ആൻഡ് കൾച്ചർ ലിറ്ററേച്ചറിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ ക്യാരക്ടറിസ്റ്റിക്കോ കിങ്ഡത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അല്ലെങ്കിൽ ഒരു കിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ട്രാവലേഴ്സിൻ്റെ അക്കൗണ്ട്സിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ. 10 മാർക്കർ ആയിരിക്കും മിക്കവാറും അങ്ങനെ വരുന്നത്. അതിനെക്കുറിച്ച് 10 മാർക്കറിൽ ചോദിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓഫ് UPSC. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം ക്ലിയർ ആണോ എന്നൊന്ന് കൺഫേം ചെയ്യോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിലിംസ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ മാം, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു സെഡ് അബൌട്ട് മെയിൻസ് 10? അതായത് മെയിൻസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് you will have 10 questions of 10 marks each and another 10 questions of 15 marks each. അങ്ങനെയാണ് 20 questions ഒരു പേപ്പറിൽ വരുന്നത്. അപ്പം നമ്മുടെ മെയിൻസിൽ ആൻഷ്യൻ ആൻഡ് മെഡീവൽ പോർഷൻ മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 30 to 45 മാർക്സിൽ ഒരു 3 ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നതെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? NJ യെസ്, ഓക്കെ ഫൈൻ. ഓക്കെ, നിങ്ങൾക്ക് PYQs ആക്ച്വലി മെയിൻസും പ്രിലിംസും എല്ലാം നിങ്ങളുടെ UPSC വെബ്സൈറ്റിൽ കിട്ടും. നിങ്ങൾക്ക് പോയി എടുത്ത് നോക്കാം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിന്നും കുറച്ച് മാറ്റം വരും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പാടായിരിക്കുമോ സിലബസ്? ഓക്കെ, അഞ്ജനയാണ് ചോദിച്ചത്. അഞ്ജന ഏതാണ് ബാക്ക്ഗ്രൗണ്ട്? അല്ല, സയൻസ് എന്ന് പറയുമ്പോൾ ഏതാണ് ഡിഗ്രി ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. സോറി. സുവോളജിയാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് UPSC ഒരിക്കലും എക്സ്പേർട്സിനെ വേണ്ട UPSCക്ക്. കാരണം ജനറലിസ്റ്റിനെ മതി. നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണല്ലേ, അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സയൻസ് ആണോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ എന്നൊന്നും UPSCക്ക് UPSC അതിനൊരു വാല്യൂ കൊടുക്കുന്നില്ല. എക്സ്പേർട്സിനെയും വേണ്ട അവർക്ക്. ആൻഡ് ഇഫ് ഐ ആം ടു സ്റ്റാർട്ട് ടു റീഡ് ഹിസ്റ്ററി ഫോർ UPSC, വാട്ട് ഷുഡ് ഐ സ്റ്റാർട്ട്? ഇത് നമ്മൾ പറയും എന്താണ് വായിക്കേണ്ടതെന്ന്, സോഴ്സസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, ദാറ്റ് ഡോണ്ട് വറി. അതെ, ഇനി സയൻസ് ഇപ്പോൾ ഞാൻ ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു 5 years ബാക്ക് ഏറ്റവും കൂടുതൽ UPSC ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത് എഞ്ചിനീയേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും എഞ്ചിനീയേഴ്സ് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്, മെഡിസിന് പോകുന്നവർ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പേർട്സിനെ അവർക്ക് വേണ്ട. ഇഫ് യു ക്യാൻ ഗെറ്റ് എ ജനറൽ ഐഡിയ ഓഫ് എ സബ്ജക്ട്സ്, ഇതൊരു പാടുള്ള കാര്യമല്ല. നമ്മൾ ഇതിനു വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള സമയവും അത്ര എഫേർട്ട് വിടണം. ഇറ്റ് ഈസ് നോട്ട് ഈസി ആസ് യുവർ ഡിഗ്രി എക്സാംസ്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തൊരു എക്സാമിൻ്റെ പോലെ അത്ര ഈസി ആണെന്ന് ഞാൻ പറയില്ല. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈമും എഫേർട്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റും പഠിക്കാം. ഓക്കെ, അതായത് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എനിക്ക് എന്താണ് പാട്, അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് എനിക്ക് ടഫായിട്ട് വരുന്നത്, അതിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുക. ഓക്കെ, ഇപ്പം എനിക്കൊരു സബ്ജക്റ്റ് പാടായിരുന്നെങ്കിൽ ഇപ്പോൾ ടൈം ലൈൻ ചിലപ്പോൾ പാടായിട്ട് വരും. ടൈം ലൈൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു 8th century ഏതൊക്കെ ഡൈനാസ്റ്റിയാടാ എന്നുള്ളത് നമുക്കൊരു ഡൗട്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും എഫേർട്ട് ഇടുക. ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തിരുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് പ്രിപ്പറേഷൻ്റെ ഒക്കെ ടൈമിൽ ഐ ഹാഡ് എ വാൾ ഫുൾ ഓഫ് സ്റ്റിക്കി നോട്ട്സ് ജസ്റ്റ് ഫോർ ടൈം ലൈൻ. എന്നിട്ട് അത് കാരണം അത് അത്രയും ബൈ ഹാർട്ട് ആക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു എക്സ്ട്രാ എഫേർട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പാട്, ചിലവർക്ക് ഹിസ്റ്ററി ഒട്ടും പാടല്ലായിരിക്കും, ജോഗ്രഫി ആയിരിക്കും പാട്.
അപ്പം ആ സബ്ജക്റ്റിന് ഒരു ചെറിയ കുറച്ചുകൂടെ എഫേർട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നതിൽ നിന്നും നമ്മൾ സ്കൂൾ ടൈമിൽ പഠിച്ചിരുന്ന കുറേ കാര്യങ്ങളില്ലേ, അതായത് നോട്ടിൽ എഴുതി വെച്ച് ബൈ ഹാർട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടി വരും. കാരണം ചില സബ്ജക്ട്സ് ചിലർക്ക് പാടായിരിക്കും. സോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഇതിലൊരു പിറ്റ്ഫോളൊന്നും അല്ല. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ അനലിറ്റിക്കലായിട്ട് കാര്യങ്ങൾ പഠിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഡോണ്ട് വെറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ചോദിച്ച ഒരു ഡൗട്ടിലേക്ക് തന്നെ വരാം. വാട്ട് ആർ ദ സോഴ്സസ് ടു സ്റ്റഡി ദിസ് സബ്ജക്റ്റ്? സോ ദിസ് വിൽ ബി യുവർ മേജർ സോഴ്സസ്. അതായത് ഇപ്പം ഡിഗ്രി ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ സോഴ്സസ് ഒരു ഇഷ്യൂ ആവേണ്ടതല്ല, കാരണം നിങ്ങളുടെ ഡിഗ്രി സിലബസ് തന്നെ ഏകദേശം ഇതിനെക്കാട്ടി കോസ്റ്റ് ആണെന്ന് എനിക്കറിയാം. അതല്ലാത്തവർ, ഇപ്പോൾ സയൻസ് ആണെന്നൊക്കെ പറഞ്ഞവർ, നമ്മുടെ ഹാൻഡ് ഔട്ട്സ് ഞാൻ മോസ്റ്റ്ലി ഐലേണിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഐലേണിൽ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ കുറച്ചുകൂടെ കുറച്ച് തരാനാണ് ആസ് ഫാക്കൽറ്റീസ് നമ്മൾ നോക്കാറ്. അപ്പം നിങ്ങൾ പല ടെക്സ്റ്റ് വായിക്കാൻ പറയുമ്പോഴും നമ്മുടെ ഹാൻഡ് ഔട്ട്സിൽ നമ്മളിതെല്ലാം കമ്പൈൽ ചെയ്തിട്ടാണ് ഇവിടെ ഐലേണിൽ ഫോർ ആസ്പിറൻസ് PCM ബാച്ചിൽ വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്നത്. അതല്ലാതെ അത് ന്യൂ ആസ്പിറൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നവരായിട്ട് നിങ്ങൾക്ക് ഈ ഒരു NCERTs ആണ് എപ്പോഴും UPSC ബേസ് ആയിട്ട് പറയുന്നത്. സോ ക്ലാസ് 6 യു ക്യാൻ സി അവർ പാസ്റ്റ് എന്ന് പറയുന്ന ഏൻഷ്യൻറ്റിൻ്റെ ടെക്സ്റ്റ് കാണാം. ക്ലാസ് 7 NCERT ആണ് അവർ പാസ്റ്റ് 2, അത് മെഡീവലിൻ്റെ ടെക്സ്റ്റാണ്. ഇത് രണ്ടും ബേസിക് ടെക്സ്റ്റുകളാണ്. 6th 7th ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, ആസ് നിങ്ങൾ ഡിഗ്രിയിൽ പഠിക്കുന്ന പിള്ളേരാകുമ്പോൾ ജസ്റ്റ് എടുത്ത് മറിച്ച് വായിച്ചു പോകാവുന്ന രീതിയിലുള്ള ബുക്സാണ് ഇത് രണ്ടും. പക്ഷേ അതിനകത്തൊക്കെ ചെറിയ ചെറിയ ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടെക്സ്റ്റും ആ ഫാക്ട്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടെക്സ്റ്റുകളാണ്, അവർ പാസ്റ്റ് 1 ആൻഡ് അവർ പാസ്റ്റ് 2. ഇനി കുറച്ച് ഹ്യൂമാനിറ്റീസ് പഠിച്ചവരാണെങ്കിൽ അറിയാം, ക്ലാസ് 11th യു ഹാവ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ ക്ലാസ് 12th യു ഹാവ് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 1 ആൻഡ് തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി 2. നേരത്തെ നമ്മൾ അവർ പാസ്റ്റ് 1 and 2 പറഞ്ഞതുപോലെ തന്നെ ഈ തീംസിൻ്റെ 1 and 2 ഡീൽസ് വിത്ത് ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററി. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് 2 ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവർ പാസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇവിടെ ക്ലാസ് 12 തീംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ്, തീംസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം തിമാറ്റിക് ആയിട്ടാണ് ആ ടെക്സ്റ്റ് ഓരോ കാര്യങ്ങളെ കവർ ചെയ്യുന്നത്. അപ്പോൾ ടൈം ലൈൻ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു തീംസിനെ കുറിച്ചുള്ള ഒരു നോളേജ്, ഓരോ തീംസിനെ കുറിച്ചും ഇപ്പം ലിറ്ററേച്ചർ എങ്ങനെയായിരുന്നു, സ്കൾപ്ചർ എങ്ങനെയായിരുന്നു, റിലീജിയസ് ആസ്പെക്ട്സ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഓരോ തീംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ 2 ബുക്ക് കവർ ചെയ്യുന്നുണ്ട്, തീംസ് 1 and 2. ഇനി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് ഏൻഷ്യൻ ഹിസ്റ്ററി വായിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ക്രോണോളജിക്കലി ടൈം ലൈൻ എല്ലാം കറക്റ്റായിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ഏൻഷ്യൻ ഇന്ത്യ ബൈ RS ശർമ്മ ആൻഡ് മെഡീവൽ ഇന്ത്യ ബൈ സതീഷ് ചന്ദ്ര. ഇത് രണ്ടും NCERTയുടെ പഴയ NCERT ആണ്, ഓൾഡ് NCERT. ക്ലാസ് 11th ഓൾഡ് NCERTs ആണ് RS ശർമ്മയും സതീഷ് ചന്ദ്രയുടെയും ബുക്ക്. ഇപ്പോൾ ഇത് ബുക്സ് ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ റിലൈ ഓൺ ദിസ് 2 ഫോർ ക്രോണോളജിക്കൽ ഭയങ്കര നറേറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിങ്ങിനാണെങ്കിൽ. ആൻഡ് ദിസ് ഈസ് പ്രിറ്റി മച്ച് എക്സ്പ്ലെയിൻഡ്. RS ശർമ്മയും സതീഷ് ചന്ദ്രയൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആൻഡ് യു ക്യാൻ ഓൾസോ റീഡ് ആർട്ട് ആൻഡ് കൾച്ചർ ബൈ നിതിൻ സിംഗാനിയ, ഒരു റെഫറൻസ് ബുക്കാണ്. നിതിൻ സിംഗാനിയയുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മുടെ മെയിൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്ക്. മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് NCERTs, ബിക്കോസ് UPSC എപ്പോഴും പറയുന്നത് NCERTsയുടെ നോളേജ് വേണം എന്നാണ്. പക്ഷേ UPSCയുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ NCERTs മാത്രമുള്ള കാര്യങ്ങളല്ല UPSC ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്, കുറച്ചും കൂടെ ഡീപ്പറായിട്ട് UPSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ എൻജ് ചോദിച്ച പോലെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് അവർ പാസ്റ്റ് 1 ആൻഡ് അവർ പാസ്റ്റ് 2. അതായത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കുക, അതിലെ ഫാക്ട്സ് ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് RS ശർമ്മ ആൻഡ് സതീഷ് ചന്ദ്ര. തീംസ് ഞാൻ ഡയറക്റ്റ്ലി വായിക്കാൻ സ്റ്റുഡൻസിനോട് പറയാറില്ല, കാരണം ആ ഒരു ക്രോണോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആ ടൈം ലൈനിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ തീംസ് വായിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇത് ടൈം ലൈനിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് ഏൻഷ്യൻ ഇന്ത്യയും മെഡീവൽ ഇന്ത്യ ബൈ സതീഷ് ചന്ദ്ര. മെഡീവൽ ഇന്ത്യ കുറച്ച് നറേറ്റീവ് സ്റ്റോറീസ് ഒക്കെയുള്ള കുറച്ച് വലിയ ബുക്കാണ്.
അത് അത്രയും നമ്മുടെ UPSCക്ക് വേണമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. കുറേ പൊളിറ്റിക്കൽ ഇൻട്രീഗ്സ് ഒക്കെ പറയുന്നുണ്ട്. മിഡീവൽ ഇന്ത്യ വരുമ്പോൾ നിങ്ങൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും അലയൻസസും പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്സും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സതീഷ് ചന്ദ്രയിൽ പറയുന്നുണ്ട്. അത്രയും UPSCക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാനത് അഡ്വൈസ് ചെയ്യാറില്ല സാധാരണ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പം കോളേജസിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ലീവൊക്കെ കിട്ടുമ്പോൾ ഹിസ്റ്ററിയൊക്കെ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ സതീഷ് ചന്ദ്ര വായിച്ചോളൂ. UPSCയുടെ പേർപ്പസിനൊന്ന് ഓടിച്ച് വായിക്കുന്നതായിരിക്കും നല്ലത്. അത്രയും സമയം സതീഷ് ചന്ദ്രയിൽ കൊടുക്കണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ റിസോഴ്സസ് ആയിട്ട് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Okay, so that is about our sources, exam pattern and exam pattern, sources, books എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു ചെറിയൊരു റഫ് ഐഡിയ എന്തായാലും ഇതിൽ നിന്ന് കിട്ടിക്കാണും. ഇനി ഒരു സാധനം വായിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ടൈം, ഞാൻ കുറേ നേരം കൊണ്ട് ടൈം ലൈൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ടൈം ലൈൻ, അതല്ലെങ്കിൽ ഈ ടൈം ലൈനിൽ നമ്മൾ എങ്ങനെയാണ് ഹിസ്റ്ററി ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ഫോർ സ്റ്റാർട്ടിങ് ഞാൻ ടൈം ലൈനിനെ കുറിച്ച് പറയാം. കാരണം UPSC ഈ ഒരു ടൈം ലൈൻ വെച്ചിട്ടുള്ള കളികളാണ് കൂടുതലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കണ്ടംപററീസ് ആവട്ടെ, അതല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആവട്ടെ, ട്രാൻസിഷൻ ആവട്ടെ, ഒരു ടൈം ലൈൻ കറക്റ്റായിട്ട് അറിയാവുന്നവർക്കാണ് ഇത് കൂടുതൽ എളുപ്പമാവുക. അപ്പം ആസ് എ ആൻഷ്യൻ ഹിസ്റ്ററി ഫാക്കൽറ്റി ഞാൻ പുതിയതായിട്ട് ആര് പഠിക്കാൻ തുടങ്ങിയാലും പറയുന്നത് ക്രോണോളജിക്കലി ടൈം ലൈൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ പിന്നീട് ഏത് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിച്ചാലും കൺഫ്യൂസ്ഡ് ആവില്ല. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ടൈം ലൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്? 2025 എത്തി നിൽക്കുന്ന നമ്മുടെ ഈ കലണ്ടർ ഏതാണ്? ഗ്രിഗോറിയൻ കലണ്ടറാണ് അല്ലേ? അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിലാണ് നമ്മൾ 2025 എത്തി നിൽക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾ ADയും BCയും BCEയും CEയും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഇതൊക്കെ? നമ്മൾ നേരത്തെ ആ മഹാജനപദാസിന്റെ ഇതിൽ കണ്ടു, BC എന്ന് കണ്ടു. 600 to 800 BC എന്നായിരുന്നു അതിനകത്ത് കൊടുത്തിരുന്നത്. എന്താണ് ഈ BC? ബിഫോർ ക്രൈസ്റ്റ്. അപ്പൊ ഗ്രിഗോറിയൻ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ക്രൈസ്റ്റിന്റെ ജനനത്തോടെയാണ്. സോ വി സി ഫ്രം 1 we are till 2025 now. ഇതിനെയാണ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനെ കണ്ടു, 8th century AD എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ കലണ്ടറിനെയാണ് നമ്മൾ AD എന്ന് മാർക്ക് ചെയ്യുന്നത്, അന്നോ ഡോമിനി എന്ന് മാർക്ക് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ളത്, അതായത് ക്രൈസ്റ്റിന്റെ ജനനത്തോടെ 1 പിന്നീട് അങ്ങോട്ട് 2025 വരെ എത്തി നിൽക്കുന്നു. അതിന് മുന്നേ ഉള്ളത് നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ഈ സൈഡിലോട്ടാണ് കൂടി വരുന്നത്. യു ക്യാൻ സി 100, യു ക്യാൻ സി 200, അങ്ങനെ ഈ സൈഡിലോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൂടി വരുന്നതായിട്ട് കാണാം. ഇതിനെയാണ് BC എന്ന് പറയുന്നത്, ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് AD അന്നോ ഡോമിനി. ഇങ്ങനെയാണ് UPSC ചോദിക്കുന്നതെങ്കിലും ഇപ്പം കൂടുതലും ADക്ക് പകരം യൂസ് ചെയ്യുന്നത് CE ആണ്. ഓക്കെ, AD ഔട്ട്ഡേറ്റഡ് ആയി CE കോമൺ എറ ആണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് അവർ കോമൺ എറ. 1 to 2025 എത്തി നിൽക്കുന്നതാണ് കോമൺ എറ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നോട്ടുള്ളത് BCE എന്നാണ് മാർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ബിഫോർ കോമൺ എറ. ഓക്കെ, സോ നമ്മളുടെ ടൈം ലൈൻ എന്ന് പറയുന്നത് BCEയിൽ സ്റ്റാർട്ട് ചെയ്ത് CEയിൽ വന്ന് നിൽക്കുന്ന ടൈം ലൈനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏൻഷ്യൻ ടു മിഡീവൽ ഹിസ്റ്ററിയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻ ദാറ്റ് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ സ്റ്റോൺ ഏജ്. എന്താണ് സ്റ്റോൺ ഏജ്? എവിടെയാണ് ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്? നിങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് യുവൽ നോവ ഹരാരിയൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു.
എവിടെയാണ് ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്? എടാ, നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെയൊക്കെ പൂർവികന്മാര് എവിടുന്നാണ്? നമ്മളീ കഥകളിലൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ മാനത്തുനിന്ന് പൊട്ടി വീണതാ. എവിടുന്നാ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹോമോസാപ്പിയൻസ്, അതിനു മുന്നേ ഹോമോ ഹാബിലിസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എവിടെ സുവോളജി ഒക്കെ പഠിച്ചവരുണ്ടായിരുന്നല്ലോ. എന്താണ്? എടാ കേൾക്കുന്നില്ല, ഒന്ന് ടൈപ്പ് ചെയ്യോ? ഹോമോ ഹാബിലസ് നമ്മൾ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, റൈറ്റ്. അപ്പോൾ അങ്ങനെ ഹോമോ സാപ്പിയൻസ് അല്ലെങ്കിൽ മോഡേൺ മാനിന് മുന്നേ നമ്മൾ കുറേ സ്പീഷീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റീസിനെ കുറിച്ചോ ഒക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഏത് കോണ്ടിനെന്റിൽ നിന്നാണ് തുടങ്ങിയത്? ഓക്കെ, ആഫ്രിക്കയിൽ നിന്നാണ് തുടങ്ങുന്നത്. റൈറ്റ്. ആഫ്രിക്കയിൽ നിന്ന് ആദ്യമൊക്കെ ആൾക്കാർ പറഞ്ഞു, ഓക്കെ നമ്മളൊന്നും ഒരു റേസ് ഒന്നല്ല, അവർ വേറെ റേസ്, നമ്മളൊക്കെ കുറച്ചുകൂടെ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ യൂറോപ്യൻസ് ഒക്കെ പറഞ്ഞല്ലേ. പിന്നീട് കാലം ഇങ്ങോട്ട് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ ജീനിൻ്റെ സ്റ്റഡീസ് ഒക്കെ നടന്നു. നമ്മളെല്ലാവരും ആഫ്രിക്കയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ എല്ലാവരുടെയും ജീനിൻ്റെ ഒരു പാർട്ട് ഈസ് ഫ്രം ദാറ്റ് കോണ്ടിനെൻറ്റ് എന്ന് പഠനങ്ങൾ സ്ഥിരീകരിച്ചു. അപ്പം ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ പല ഇതിനെക്കുറിച്ചും പല ടേംസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർത്തൽസ്, ഇങ്ങനെയുള്ള പല ഫോംസ് ബിഫോർ മോഡേൺ മാൻ നമുക്ക് പല ഫോംസ് കാണാൻ പറ്റും. ആക്ച്വലി ആദ്യം ആഫ്രിക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും അവിടുന്ന് പിന്നീട് ലോകത്തിൻ്റെ പലയിടത്തോട്ടും ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കുറച്ച് എവിഡൻസസ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ചില ഹിസ്റ്റോറിയൻസ് വേറെയും സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ട്. ആസ് ഫോർ അവർ UPSC പേർപ്പസ് നമുക്ക് ഇത്രയും ഒന്നും ആവശ്യമില്ല. കാരണം നമ്മളുടെ അടുക്ക UPSC കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയെന്ന്. അപ്പം നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 3 lakh അല്ലെങ്കിൽ 3 lakh BCE തൊട്ടൊക്കെ നമുക്ക് ആഫ്രിക്കയിലെയൊക്കെ ഹിസ്റ്ററി കാണാൻ പറ്റുമെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആസ് സച്ച് നമ്മൾ ഡേറ്റ് ചെയ്യുന്നത് 5 lakh BCEയിലാണ്. അതായത് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ദി സ്റ്റോൺ ഏജ് സ്റ്റാർട്ട്സ് ഫ്രം 5 lakh BCE. എന്തുകൊണ്ടാണ് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്? എന്താണ് ഈ സ്റ്റോൺ ഏജ്? എന്തുകൊണ്ടാണ് സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്? ആ സമയത്ത് നമ്മുടെ ടൂൾസ് മേജർലി എന്തായിരുന്നു? ഈസ് വിത്ത് സ്റ്റോൺസ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ ഹിസ്റ്ററിയുടെ ആദ്യത്തെ പാർട്ടിൽ ആൾക്കാർ സ്റ്റോൺസ് ആയിരുന്നു ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദ സ്റ്റാർട്ടഡ് അവർ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് 5 lakh BCEയിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 1000 BCE വരെ നിലനിൽക്കുന്ന ഒരു ടൈം ലൈനാണ് ഈ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ 5 lakhൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഏകദേശം 1000 BCE വരെ നമ്മുടെ സ്റ്റോൺ ഏജ് ഉണ്ട്. ഈ സ്റ്റോൺ ഏജിനെ തന്നെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഈ 5 lakh BCE തൊട്ട് 1000 BCE വരെ മനുഷ്യന്മാർ ഒരേ ടൂൾസ് ഉപയോഗിച്ച് ഒരേ രീതിയിലായിരിക്കില്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പം തന്നെ 10 years ബാക്കിൽ യു ഡിഡിൻ നോ അബൌട്ട് ഇൻ്റർനെറ്റ് കുഡ് ഡു ഓൾ ദീസ് തിങ്സ് അല്ലേ? AI പോലുള്ള ഒരു റെവല്യൂഷനൊക്കെ വന്നു ഇൻ 10 years. അപ്പം ഈ 5 lakh തൊട്ട് 1000 BCE വരെയുള്ള ടൈം ലൈനിൽ പല ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ്സിൻ്റെ ബേസിസിൽ നമ്മൾ ഈ സ്റ്റോൺ ഏജിനെ ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് കാണാം. So on that basis we classify this as Paleolithic, Mesolithic and Neolithic age. അപ്പം നമ്മൾ പറഞ്ഞു 5 lakh BCE തൊട്ട് തുടങ്ങി ഏകദേശം 1000 BCEയിലാണ് നമ്മുടെ ഈ സ്റ്റോൺ ഏജ് വന്ന് നിൽക്കുന്നത്. അതിൽ ഫസ്റ്റ് ഏജ് അതായത് 5 lakh to 10,000 BCE ആണ് നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. എന്താണ് പാലിയോ എന്ന് പറഞ്ഞാൽ?
പാലിയോ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷ. എന്താ കരിഷ്മ? പാലിയോ എന്ന് പറയുമ്പോൾ ഫോസിൽസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്ന പേരാണ് പാലിയോ എന്ന് പറഞ്ഞത്. പാലിയോ എന്ന് ചോദിച്ചാൽ ഓൾഡ് എന്നാണ് മീനിങ്. സോ ദാറ്റ് ഗീവ്സ് us നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോൺ ഏജിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക്, മെസോലിത്തിക് and Neolithic. Starting from 5 lakh BCE till 10,000 BCE, you have Paleolithic age. ഈ പാലിയോലിത്തിക് എന്ന് പറയുന്നത്, പാലിയോ എന്ന് പറയുന്നത് ഓൾഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ലിത്തിക് ഈസ് സ്റ്റോൺ. സോ പാലിയോലിത്തിക് മീൻസ് ഓൾഡ് സ്റ്റോൺ ഏജ്. ഓക്കെ, ഓൾഡ് സ്റ്റോൺ ഏജ് എന്നുള്ളതാണ് പാലിയോലിത്തിക്, അല്ലെങ്കിൽ ആദ്യത്തെ ഫേസ് ആണ്. അതിനെയാണ് നമ്മൾ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. ഇവിടെ യു ക്യാൻ സി 5 lakh BC to 10,000 BC ടൈം പീരീഡ്. ആൻഡ് സിഗ്നിഫിക്കൻസ് എന്താണ് പറഞ്ഞേക്കുന്നത്? ചോപ്പേഴ്സ്, ക്ലീവേഴ്സ്, ഫ്ലേക്ക് ടൂൾസ്, പാരലൽ സൈഡഡ് ബ്ലേഡ്സ്, യൂസ് ഓഫ് ഫ്ലിന്റ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതായത് ആ സമയത്ത് പാലിയോലിത്തിക് പീരീഡിൽ ഏർലി ഹ്യൂമൻസ് യൂസ് ചെയ്തിരുന്ന ടൂൾസിന്റെ പേരുകളാണ് ഈ ചോപ്പേഴ്സ് എന്നും ക്ലീവേഴ്സ് എന്നും ഒക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെ കാണാം ഹാൻഡ് ആക്സസ്, ക്ലീവേഴ്സ്, ചോപ്പേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് വലിയ സ്റ്റോൺസ് അത് ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് അവർ നെയിം ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഈ ചോപ്പേഴ്സ്, ക്ലീവേഴ്സ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ? ഓൾഡ് സ്റ്റോൺ ഏജിൽ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും? മേജർ ഓക്യുപ്പേഷൻ എന്തായിരിക്കും? നൊമാഡിക് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് ആയിരിക്കും അല്ലേ. ആനിമൽസിനെ ഹണ്ട് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ടൂൾസ്, വലിയ ബിഗ് പാറ കഷ്ണങ്ങളിനെയാണ് നമ്മൾ ഈ ചോപ്പേഴ്സ് എന്നും ക്ലീവേഴ്സ് എന്നും ഒക്കെ ടേം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ യു ക്യാൻ സി ഇവിടെ ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ഫ്ലേക്ക് ടൂൾസ്? ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺഫ്ലേക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഫ്ലേക്സ്? അതായത് ഈ പാറച്ചീന്തുകൾ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ പാളികൾ എന്ന് പറയത്തില്ലേ. ഒരു കല്ല്, ഒരു പാറക്കഷ്ണം വേറൊരു പാറക്കഷ്ണത്തിലോട്ട് ഇടിക്കുമ്പം അതിൽ നിന്ന് പൊട്ടിപ്പോകുന്ന ചീന്തുകൾ ഉണ്ടല്ലോ, അതിനെയാണ് ഈ ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഫ്രാഗ്മെന്റ്സിനെ തന്നെയാണ് ഫ്ലേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലേക്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള യൂസേജിന് കൊണ്ടാണ് ഇവിടെ ഫ്ലേക്ക് ടൂൾസും ഈ ഒരു സമയത്ത് യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ദെൻ യു ക്യാൻ സി യൂസ് ഓഫ് ഫ്ലിൻറ്റ്. ഫ്ലിൻറ്റ് എന്ന് പറയുന്ന ഒരു ഹാർഡ് ഗ്രേ സിലിക്ക മെറ്റീരിയൽ ആണ് ഈ ഫ്ലിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ടൂൾസിനെയാണ് ഫ്ലിൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത്. ആസ് സച്ച് നമ്മുടെ പാലിയോലിത്തിക്കിനെ, അതായത് ഈ 5 lakh to 10,000 BC എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ടൈം പീരീഡ് അല്ലേ. അപ്പോൾ അതിനെ തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ടൂൾസിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് ഏർലി പാലിയോലിത്തിക്, മിഡിൽ പാലിയോലിത്തിക്, ലേറ്റർ പാലിയോലിത്തിക് എന്നൊക്കെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാം. നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ആസ് എൻ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടൈം പീരീഡും പാലിയോലിത്തിക് എന്നും മാത്രം അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ആൻഡ് ടൂൾസ് ഏതൊക്കെയായിരുന്നു? ചോപ്പേഴ്സ്, ക്ലീവേഴ്സ്, ഫ്ലേക്ക് ടൂൾസ്, ഫ്ലിൻ ടൂൾസ്, ഇതൊക്കെയായിരുന്നു മേജർ ടൂൾസ് ആയിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സൈറ്റ്സ്. അതായത് ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ഈ പാലിയോലിത്തിക്കിൻ്റെ എവിഡൻസസ് കിട്ടുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സോഹൻ വാലി, ബേലൻ വാലി, നഗൗർ ആൻഡ് ദിദ്വാന ഇൻ രാജസ്ഥാൻ, കുർണൂൽ കേവ്സ് ഒക്കെയാണ് മേജർ സൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇവിടെ സോഹൻ വാലി എന്ന് പറയുന്നത് നമ്മുടെ പാകിസ്ഥാൻ റീജിയനിലെ ഒരു സൈറ്റാണ് സോഹൻ വാലി എന്ന് പറയുന്നത്. ബേലൻ വാലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈസ്റ്റേൺ UP. I hope you are familiar with our maps. നമുക്കിനി
നിങ്ങൾ പണ്ട് സ്കൂളിൽ അറ്റ്ലസ് ഒക്കെ കൊണ്ടുപോയിട്ടില്ലേ? അതുപോലെ നമുക്കൊരു അറ്റ്ലസ് ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അറ്റ്ലസിൽ നമ്മൾ സാധാരണ ഇവിടെ നമ്മളെ PCM ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അറ്റ്ലസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അറ്റ്ലസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇതിൽ മാത്രമല്ല, ആൻഷ്യൻ ഹിസ്റ്ററിയിൽ മാത്രമല്ല, എല്ലാ സൈറ്റ്സിനെ കുറിച്ചും നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ടാവണം. or else you can use this site as well. ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാപ്പ് അല്ലടാ. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ സോഹൻ വാലിയൊക്കെ ഏകദേശം ഈ ഒരു റീജിയനിൽ വരും. പാകിസ്ഥാനിൽ ബേലൻ വാലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തർപ്രദേശ്, ഈസ്റ്റേൺ ഉത്തർപ്രദേശിൽ ഈ ഒരു പാർട്ടിലാണ്, ബീഹാറിനോട് ചേർന്ന് കിടക്കുന്ന ആ പാർട്ടിലാണ് ബേലൻ വാലി വരുന്നത്. ആൻഡ് നഗൗർ ആൻഡ് ദിദ്വാന എന്നൊക്കെ പറയുന്ന രാജസ്ഥാൻ റീജിയനിൽ ഉള്ള സൈറ്റ്സ് ആണ് നഗൗർ, ദിദ്വാന എന്നൊക്കെ പറയുന്നത്. ആൻഡ് യു ഹാവ് സീൻ കുർണൂൽ കേവ്സ്. കുർണൂൽ കേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള സൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ പാലിയോലിത്തിക്കിൽ യു ക്യാൻ സീ പീപ്പിൾ ന്യൂ അബൌട്ട് ഫയർ, അല്ലേ? ആദിമ മനുഷ്യന് തന്നെ ഫയറിൻ്റെ യൂസേജിനെ കുറിച്ചൊക്കെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുർണൂൽ കേവ്സിൽ ആഷസ് ഒക്കെ എവിഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈം പീരീഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ആലോചിച്ച് വെച്ചേക്കാം. ആദിമ മനുഷ്യൻ ആദ്യമായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു യൂസ് ചെയ്തത്? സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. അവിടുന്ന് എങ്ങനെയായിരിക്കും ലൈഫ്? നോമാഡിക് ആയിരിക്കും, ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരിക്കും. ആൻഡ് അവർ യൂസ് ചെയ്യുന്ന ടൂൾസ് എങ്ങനെയാണ്? വലിയ പാറ കഷ്ണങ്ങളായിരിക്കും. അതിനെയാണ് നമ്മൾ ഈ ചോപ്പേഴ്സ്, ക്ലീവേഴ്സ് എന്നൊക്കെയുള്ള ടേംസ് കൊടുത്തേക്കുന്നത്. സൈറ്റ്സ് എവിടാണ്? സോഹൻ, ബേലൻ വാലി, അതുപോലെ നഗൗർ, ദിദ്വാന ഇൻ രാജസ്ഥാൻ ആൻഡ് കുർണൂൽ കേവ്സ് ഇൻ ആന്ധ്രാപ്രദേശ്. ഇവിടെ ഓരോ സൈറ്റ് പഠിക്കുമ്പോഴും സൈറ്റ്സിൻ്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ള രീതിയിൽ, ലൊക്കേഷൻ എവിടാണ് എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏകദേശം 10,000 ഒക്കെ ആകുമ്പോഴത്തേക്കും യു ക്യാൻ സി മെസോലിത്തിക് പീരീഡ്. 9,000 to 4,000 ആണ് കറക്റ്റായിട്ട് ഡേറ്റ് ചെയ്യുന്നത് മെസോലിത്തിക് പീരീഡിനെ. അല്ലെങ്കിൽ മിഡിൽ സ്റ്റോണേജ്, നമ്മൾ നേരത്തെ ഓൾഡ് സ്റ്റോണേജ് ആണ് കണ്ടത്. ആൻഡ് അവിടെ നിന്നും മിഡിൽ സ്റ്റോണേജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം 9,000 to 4,000 BC. അപ്പം നമ്മൾ ഈ പാലിയോലിത്തിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു? ആദിമ മനുഷ്യന്റെ സമയത്ത് ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു? ഇത്രയും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ക്ലൈമറ്റ്? പാലിയോലിത്തിക്കിൽ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു? നമുക്കതിൻ്റെ പേരിൽ ഒരു കാർട്ടൂണൊക്കെ ഉണ്ട്, അല്ല ഐ മീൻ ആനിമേറ്റഡ് മൂവിയൊക്കെ ഉണ്ട്. കോൾഡ് ആയിരുന്നു അല്ലേ? ഏകദേശം ഐസ് ഏജും അതിൻ്റെ ഗ്ലേഷ്യൽ മെൽറ്റിംഗ് സ്റ്റേജിലൊക്കെ ആയിരുന്നു ഈ പാലിയോലിത്തിക് എന്ന് പറയുന്നത്. വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. അപ്പോൾ ഈ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് എന്നൊക്കെ പറയുമ്പോഴേ ചെറിയ ബാൻഡ് സൊസൈറ്റീസ് ആയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. കുറച്ച് പേര് കൂടി അവരൊരുമിച്ച് ഒരു സ്ഥലത്ത്, കാരണം മൂവ്മെൻറ്റ് അത്ര എളുപ്പമായിരുന്നില്ല പാലിയോലിത്തിക്കിൽ. അപ്പം അങ്ങനെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മെസോലിത്തിക്കിലോട്ട് വരുമ്പം ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നത് എന്താണ്? നമ്മളിപ്പോൾ പറയുന്ന പോലെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി. അതായത് കോൾഡ് വെതറിൽ നിന്നും വാം വെതറിലേക്ക് വന്നു. ജിയോളജിക്കൽ എറ അല്ലെങ്കിൽ ജിയോളജിക്കൽ ടൈം ലൈൻ എന്ന് പറയുന്ന വേറൊരു ടൈം ലൈൻ നമുക്ക് കാണാം. ജിയോളജി ഒക്കെ പഠിക്കുന്നവർക്കറിയാം, എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ ചേഞ്ചും ക്ലൈമറ്റിൻ്റെ ചേഞ്ചും ഒക്കെ വെച്ച് പല എറയും ഇയോണും എപ്പോക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ടൈം ലൈനിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതായിട്ട് കാണാം. അവിടെ ഈ ഒരു മെസോലിത്തിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പീരീഡ് അല്ലെങ്കിൽ ആ ഒരു വാമ ക്ലൈമറ്റിലോട്ട് വരുന്ന ആ ഒരു ടൈം പീരീഡിനെ എപ്പോക്കിനെയാണ് ഹോളോസീൻ എപ്പോക്ക് എന്ന് പറയുന്നത്. ആ ഹോളോസീൻ എപ്പോക്കിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതായത് ഹ്യൂമൻ ലൈഫ് നിലനിൽക്കുന്നത് ഈ ഒരു ഹോളോസീൻ എപ്പോക്കിലാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ മെസോലിത്തിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വാം ക്ലൈമറ്റായിട്ട് ഇവിടെ ചേഞ്ച് ആവുക. ഇപ്പോൾ വാം ക്ലൈമറ്റ് ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുന്നത് നമ്മുടെ ചുറ്റും? വാം ക്ലൈമറ്റിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുക കോൾഡിൽ നിന്ന് വാമിലോട്ട് വരുമ്പോഴത്തേക്ക്?
വെജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ, കുറെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും. പിന്നീട് ഐസൊക്കെ മെൽറ്റ് ചെയ്യും അല്ലേ, ഐസൊക്കെ മെൽറ്റ് ചെയ്ത് എന്താ റിവേഴ്സ് ഒക്കെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പം സീസണൽ ആയിട്ട് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് അത് തന്നെ ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സ് ഉണ്ടാവാൻ തുടങ്ങും. അതുപോലെ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സീസണൽ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇതൊക്കെ കാരണം ആൾക്കാരുടെ മൂവ്മെന്റ് എന്തിനനുസരിച്ചായിരിക്കും, ഈ വെജിറ്റേഷൻ അല്ലെ സീസണൽ അവൈലബിലിറ്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അനുസരിച്ച് ആൾക്കാർ മൂവ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാർ മാത്രമാണോ മൂവ് ചെയ്യുന്നത്? അല്ല, കൂടെ ആനിമൽസും മൂവ് ചെയ്യാൻ തുടങ്ങും. അവർ റിവേഴ്സിന്റെ സൈഡ്സിൽ ജീവിക്കാൻ തുടങ്ങും അല്ലേ, കുറച്ചും കൂടെ വാട്ടർ അവൈലബിലിറ്റി ഉള്ളിടത്ത് ജീവിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ആവുമ്പം ഈ മെസോലിത്തിക് പീരീഡിൽ കുറച്ചുകൂടെ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണാം. അതായത് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, ഡ്രൈ വാം ക്ലൈമറ്റ് ആവുന്നത് കാണാം, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, ഫിഷിംഗ് പോലുള്ള ഒക്യുപ്പേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോൾ അതിനനുസരിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് മാറുന്നതായിട്ട് കാണാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോപ്പേഴ്സും ക്ലീവേഴ്സും തന്നെ ആയിരിക്കുമോ ആൾക്കാർ ഉപയോഗിക്കുന്നത്? അല്ല, കുറച്ചും കൂടെ ഡെവലപ്ഡ് ആവണം അല്ലേ. അപ്പം ആ ആനിമൽസ് ഒക്കെ എന്താ കുറച്ച് ആനിമൽസിനും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമ്പം അത്രയും ഷാർപ്പായിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഇതിനെ ഹണ്ട് ചെയ്യാനും ബാക്കി വെജിറ്റബിൾസ് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ട് വരും. ആ ടൂൾസിനെയാണ് നമ്മൾ മൈക്രോലിത്സ് എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയുമ്പോൾ അറിയാം, വളരെ ചെറിയ സൈസായിട്ടുള്ളതാണ് മൈക്രോ എന്ന് പറയുന്നത്. അപ്പം യു ക്യാൻ സീ ഇവിടെ മൈക്രോലിത്സ് എന്ന് പറയുമ്പോൾ ദേ ഓക്കെ, ഈ ഒരു കാർട്ടൂൺ പിക്ചറിലൊക്കെ കാണാം, ഒരു ആരോ വരും, ആരോയുടെ സൈഡിൽ ചെറിയ പോയിന്റഡ് ഷാർപ്പ് സ്റ്റോൺസ് ഒക്കെ കാണാം. ഇതിനെയാണ് മൈക്രോലിത്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ഷാർപ്പ് ടൂൾസ് ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ദാറ്റ് ഈസ് മൈക്രോലിത്സ്. ഓക്കെ, അപ്പം മൈക്രോലിത്സ് ഉണ്ടാവുന്നുണ്ട്, സീസണൽ ആയിട്ട് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, ഹണ്ടിങ് കുറച്ചുകൂടെ മൈക്രോലിത്സ് കൊണ്ട് എളുപ്പമാവുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വരുമ്പം നമുക്ക് നേരത്തെ പാലിയോലിത്തിക്കിലെ പോലെ ഏത് സമയവും നമ്മൾ ഹണ്ടിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇല്ല, കുറച്ചൊക്കെ ഫ്രീ ടൈം കിട്ടും അല്ലേ. നമുക്കറിയാം ഈ സീസണിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും, നമുക്ക് ഈ ആനിമൽസിനെ ഇവിടെ കിട്ടും, നമ്മുടെ ഈ കുറച്ചുകൂടെ ഷാർപ്പ് ടൂൾസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫുഡിന് വേണ്ടി തിരഞ്ഞു നടക്കേണ്ട അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ എന്തൊക്കെ ഫ്രീ ടൈമിൽ ചെയ്യുന്നത് പറയാൻ പറ്റുന്നതാണെങ്കിൽ? ഹോബീസ്, ചിലവർ ഉറങ്ങും, ചിലവർ ക്രിക്കറ്റ് കളിക്കാൻ പോകും അല്ലേ. അപ്പം എന്തായാലും നമ്മുടെ മെസോലിത്തിക് ആൾക്കാർക്ക് കൂടുതലും ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് പെയിൻറ്റിംഗ് ആണ്. കേവ് പെയിൻറ്റിങ്സ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീ ഹിസ്റ്ററിക് പെയിൻറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ടൈം പീരീഡിലാണ്, ദാറ്റ് ഈസ് മെസോലിത്തിക്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഈ പ്രീ ഹിസ്റ്ററിക് പെയിൻറ്റിങ്സിനെ നമ്മളെ മെസോലിത്തിക് പെയിൻറ്റിങ്സ് എന്ന് പറയും. അതിന് മേജറായിട്ട് അറിയപ്പെടുന്ന ഒരു സൈറ്റാണ് ഭീംബേത്ക എന്ന് പറയുന്നത്. ഭീംബേത്ക ഈസ് ഇൻ മധ്യപ്രദേശ് റീജിയൻ. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടതിൽ UP ആണ് നമ്മൾ നേരത്തെ കണ്ട ബേലൻ വാലിയുടെ അതിൻ്റെ സൗത്തിലായിട്ടാണ് മധ്യപ്രദേശ്. യു ക്യാൻ സി ഭീംബേത്ക ദേ. ഏകദേശം 500 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ യു ക്യാൻ സി മെനി പെയിൻറ്റിങ്സ് ഇൻ ദിസ് ഭീംബേത്ക റീജിയൻ. അനദർ സൈറ്റ് ഈസ് ലാഖൂദിയാർ എന്ന് പറയും. ഇൻ ഉത്തരാഖണ്ഡിലാണത് ലാഖൂദിയാർ എന്ന് പറയുന്ന സൈറ്റ് ഉള്ളത്. അപ്പം ഭീംബേത്ക, ബഗോർ, സംഗനക്കല്ല് എന്നൊക്കെ പറയുന്ന സൈറ്റ്. സംഗനക്കല്ലൊക്കെ നമ്മുടെ കർണാടക റീജിയനിലോട്ട് വരുന്ന സൈറ്റാണ്. ബഗോർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. ബഗോറിലൊക്കെ ഈ ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ്റെ ഒക്കെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മിസോലിത്തിക്കിൽ വരുന്ന മാറ്റങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നിയോലിത്തിക്കിലോട്ട് വരും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ പാലിയോലിത്തിക്കിൽ നമ്മൾ 5 lakh to 10,000 BC പറഞ്ഞു. അത് കഴിഞ്ഞ് മെസോലിത്തിക്ക് വന്നപ്പോൾ നമ്മൾ 9,000 to 4,000 BC പറഞ്ഞു. എന്നിട്ട് പിന്നെ നിയോലിത്തിക്ക് വരുമ്പോൾ നമ്മൾ 7,000 നിന്നാണ് തുടങ്ങുന്നത്. അതെന്താ അങ്ങനെ ഒരു മാറ്റം? ഇവിടെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഒന്നേ ഇത് 3,000 തുടങ്ങണമായിരുന്നു, അല്ലെങ്കിൽ ഇത് 4,000 തുടങ്ങണമായിരുന്നു. ഇതെന്താ 7,000 തുടങ്ങിയേക്കുന്നത്? എന്തായിരിക്കും?
നിയോലിത്തിക് എന്ന് പറയുമ്പോൾ ന്യൂ സ്റ്റോൺ ഏജിനെയാണ് നിയോലിത്തിക് എന്ന് പറയുന്നത്. അത് നമ്മൾ 7000 to 1000 BC കണ്ടു. എന്തായിരിക്കാം? റീജിയണൽ വേരിയേഷൻ, റൈറ്റ്. എന്തിന്റെ റീജിയണൽ വേരിയേഷൻ? അതായത് ഇന്ത്യയിലെ നിയോളിത്തിക് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7000 BC. ആ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് 7000 BC? മേജർലി നമ്മൾ ഈ ഒരു നിയോലിത്തിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്. നമ്മളിപ്പോൾ നേരത്തെ തൊട്ട് മുന്നത്തെ ഫേസിൽ മെസോലിത്തിക്കിൽ നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് വരെ കണ്ടല്ലേ. നിയോലിത്തിക്കിൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നെക്സ്റ്റ് ഫേസ് ആൾക്കാർ സെറ്റിൽഡ് ഫാമിംഗ് അഗ്രികൾച്ചറിലേക്ക് വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കൾട്ടിവേഷനെയാണ്, അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറിൻ്റെ സ്റ്റാർട്ടിങ്ങിനെയാണ് നമ്മൾ നിയോലിത്തിക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ചില സ്ഥലങ്ങളിൽ 4000 വരെ മെസോലിത്തിക് ഫേസ് ഉണ്ടായിരുന്നെങ്കിലും 7000 തൊട്ടേ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ആവുന്നതായിട്ട് കാണാം പല സൈറ്റ്സിലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിയോലിത്തിക്ക് 7000 to 1000 BC എന്ന് പറയുന്നത്. നിയോലിത്തിക് റെവല്യൂഷൻ എന്നൊക്കെയാണ് പല ഹിസ്റ്റോറിയൻസിനും ഇതിനെ മാർക്ക് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പം വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ഹിസ്റ്ററിയുടെ എവല്യൂഷനിൽ അഗ്രികൾച്ചർ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അഗ്രികൾച്ചർ നിയോലിത്തിക് ഫേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ പല ടൈപ്പ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ ആവശ്യമായിട്ട് വരുന്നത്? കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം? പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? എന്താടാ? ഇറിഗേഷൻ വേണം, വാട്ടർ വേണം. ഓക്കെ, വാട്ടർ ഇറിഗേഷൻ ഒക്കെ വേണം. പിന്നീട് ഈ വാട്ടർ ഇറിഗേഷനൊക്കെ ഈ ആദിമ മനുഷ്യൻ കനാൽസും ഡാംസും ഒക്കെ കണ്ടുപിടിക്കുമോ? ഇല്ല. അതിനൊക്കെ അവരെന്തായിരിക്കും ചെയ്യുക? കൂടുതലും വാട്ടർ അവൈലബിലിറ്റി ഉള്ളതിൻ്റെ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് റിവറിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും അവർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് റിവർ ബാങ്ക്സിലൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് എന്താണ്? നമുക്ക് കൾട്ടിവേഷൻ ചെയ്തു തുടങ്ങിയാൽ മാത്രം മതിയോ? ഇത് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കണ്ടേ? അപ്പം അതിനുവേണ്ടി എന്ത് വേണം? സ്റ്റോറേജ് ഹൗസസിനെക്കാട്ടി വി നീഡ് പോട്ട്സ് അല്ലേ? ഇത് ചെറിയ കണ്ടെയ്നേഴ്സ് എങ്കിലും വേണം അല്ലേ? സ്റ്റോറേജ് ഹൗസസ് ഒക്കെ പിന്നീട് ഡെവലപ്പായി വരുന്ന ഒരു പിന്നീട് എവല്യൂഷൻ സംഭവിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നമുക്ക് സ്റ്റോറേജ് ഹൗസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അഗ്രികൾച്ചർ ഒന്നും നമ്മൾ ആദ്യത്തെ ലെവലിൽ നടത്തുന്നില്ല. ആദ്യത്തെ ലെവലിൽ വളരെ സസ്റ്റനൻസിനായിട്ടുള്ള ചെറിയ അഗ്രികൾച്ചറാണ് നടത്തുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പോട്ട്സ് വേണം, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് വേണം. അങ്ങനെ നിയോലിത്തിക്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? പോട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതാണ് നമ്മളിവിടെ റെഡ് ബേണിഷ്ഡ് വെയർ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു ടൂൾസ് വേണം. ടൂൾസിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയുന്നത്. അതായത് പല ടൈപ്പിലുള്ള ആക്സസ് ഈ ഒരു സമയത്ത് ഡെവലപ്പായി വരുന്നത് കാണാം. അതിനെയാണ് നമ്മൾ ഈ സെൽറ്റ് എന്ന് പറയുന്നത്, സെൽസ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പം നിയോലിത്തിക്കിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നു. അഗ്രികൾച്ചർ മോസ്റ്റ്ലി റിവർ ബാങ്ക്സിലാണ് വരുന്നത്. അപ്പോൾ റിവർ ബാങ്ക്സിൽ അഗ്രികൾച്ചർ നടത്തിയിട്ട് ഇവർ വേറെ അടുത്ത് പോയി താമസിക്കാൻ പറ്റുമോ? ഇല്ല, അതിനടുത്ത് തന്നെ താമസിക്കണം. അപ്പം അവർ പതുക്കെ ചെറിയ ഹൗസസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. മോസ്റ്റ്ലി വാറ്റിൽ ആൻഡ് ദോബ് ഹൗസസ് ആണ്. അതായത് നമ്മുടെ പണ്ട് ഓലമേഞ്ഞ പുരയിടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ലീവ്സും മഡും ഒക്കെ വെച്ചിട്ടുള്ള ഹൗസസ് ആണ് വാറ്റിൽ ആൻഡ് ദോബ് ഹൗസസ് എന്ന് പറയും. അപ്പോൾ പതുക്കെ വീടുകൾ വെക്കുന്നുണ്ട്. വീടുകളിൽ കൾട്ടിവേറ്റ് ചെയ്ത് കുറച്ച് സസ്റ്റനൻസ് ആയിട്ടുള്ള കുറച്ച് സിറിയൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സാധനം വേണം. അങ്ങനെ അവർ ഹാൻഡ് മെയ്ഡ് പോട്ടറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് മഡ് വെച്ച് ചെറിയ പോട്ടറി ഉണ്ടാക്കുന്നതിനാണ് ഈ റെഡ് ബേണിഷ്ഡ് വെയർ അല്ലെങ്കിൽ ബ്ലാക്ക് ബേണിഷ്ഡ് വെയർ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സൈറ്റ്സ് ആണ് മേഗഡ്. മേഗഡ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആൻഡ് UPSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സൈറ്റുമാണ്. അത് പാകിസ്ഥാനിൽ, വെസ്റ്റേൺ പാകിസ്ഥാനിൽ കാണുന്ന ഒരു സൈറ്റാണ് മേഗഡ്. ഈ 7000 തന്നെ മേഗഡിൽ കൾട്ടിവേഷൻ കാണാൻ പറ്റും. കൾട്ടിവേഷൻ മാത്രമല്ല, മേഗഡ് വാസ് വേ ബിഫോർ ദ
ലൈക്ക് ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ പല സൈറ്റ്സിനെക്കാട്ടി മുന്നേ സഞ്ചരിച്ച ഒരു സൈറ്റാണ് മേഗഡ് എന്ന് പറയുന്നത്. അതായത് ഇത് ഈ 7000 BCE തന്നെ കൾട്ടിവേഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്. യു ക്യാൻ സി ക്രോപ്സ് ലൈക്ക് വീറ്റ്, കോട്ടൺ, ഇതുപോലുള്ള ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോപ്സും നമുക്ക് ആ സൈറ്റിൽ കാണാം. അതോടൊപ്പം തന്നെ എന്താണ്, ട്രേഡിൻ്റെ എവിഡൻസസും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ദേ ഹാഡ് യൂസ്ഡ് പ്രഷ്യസ് സ്റ്റോൺസ്, ഈ ടർക്കോയിസ്, നമ്മളിപ്പോൾ പറയുന്ന ആ ബ്ലൂ ഗ്രീൻ കളർ, ആ കളറിലെ സ്റ്റോൺസ്, അതുപോലെ കർണേലിയൻ, റെഡ് ബ്രൗണിഷ് സ്റ്റോൺസ്, ഇതുപോലുള്ള പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ മേഗഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡ് ഉറപ്പിക്കാൻ പറ്റുന്നത്? മേഗഡിൽ ആക്ച്വലി ഈ സ്റ്റോൺസിൻ്റെ ഒന്നും ഓറില്ല. ദാറ്റ് ഈസ് ഇൻ ദ അഫ്ഗാനിസ്ഥാൻ റീജിയൻ. അവിടെ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് സ്റ്റോൺസ് വന്നിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് ഹാവ് ട്രേഡ് റിലേഷൻസ് വിത്ത് അഫ്ഗാനിസ്ഥാൻ റീജിയൻ. ആൻഡ് ഓൾസോ നമ്മൾ ഇതുവരെ വാറ്റിൽ ആൻഡ് ഡോബ് ഹൗസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഗഡിൽ മഡ് ഹൗസസ് കാണാൻ പറ്റും. മഡ് ഹൗസസ് തന്നെ പല റൂംസ് ഉള്ള മഡ് ഹൗസസ് മേഗഡിൽ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ മേഗഡ് വി ഹാവ് ഗോട്ട് എവിഡൻസസ് ഓഫ് ബറിയൽസ്, അതായത് ഫ്യൂണറൽ ഒരു റിച്വൽ ആയിട്ട് തന്നെ മേഗഡിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് അവരൊരു കൾച്ചർ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മേഗഡ് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഈ 7000 BCE തന്നെ. ഇത് നമ്മൾ പറയുന്നത് പാകിസ്ഥാനിലെ, വെസ്റ്റേൺ പാകിസ്ഥാനിലെ ഒരു സൈറ്റിനെ കുറിച്ചാണ്. അതേസമയം നമ്മുടെ ഇന്ത്യയിൽ വിന്ധ്യൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹിൽ റേഞ്ച് ആണ്. അത് ഏകദേശം നോർത്തേൺ മധ്യപ്രദേശ്, സദേൺ UP ഒക്കെ ടച്ച് ചെയ്ത് പോകുന്നതാണ് വിന്ധ്യൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിന്ധ്യൻ റേഞ്ച് ഏരിയയിലും നമുക്ക് കൾട്ടിവേഷനൊക്കെ തുടങ്ങുന്നതായിട്ട് കാണാം ഈ നിയോലിത്തിക് ഫേസിൽ. അതുപോലെ തന്നെ ബുർസാഹോം, ഗുഫ്ക്രാൽ എന്ന് പറയുന്ന 2 കാശ്മീരിലെ സൈറ്റ്സ് ആണ്. ഇവിടെയും ഈ പറയുന്ന പോലെ ബെറിയൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചിരന്ത് എന്ന് പറയുന്ന ബീഹാറിലെ ഒരു സൈറ്റാണ്. പയ്യാമ്പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തമിഴ്നാട്ടിലെ സൈറ്റാണ് പയ്യാമ്പള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മേഗഡും ഇന്ത്യൻ റേഞ്ചും ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ബാക്കി സൈറ്റ്സ് ഒക്കെ നമ്മൾ മാപ്പിൽ പതുക്കെ മാപ്പ് ചെയ്തൊക്കെ പഠിച്ചോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. പാലിയോലിത്തിക് ഓൾഡ് സ്റ്റോൺ ഏജ്, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്, അതിന് വേണ്ടുന്ന ടൂൾസ് ഉണ്ടായിരുന്നു. മേജർ സൈറ്റ്സ് സോഹൻബേലൻ. പിന്നീട് മെസോലിത്തിക്കിലേക്ക് വരുമ്പോൾ ഡ്രൈ വാം ക്ലൈമറ്റ് ആവുന്നുണ്ട്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പിന്നെ പെയിൻറ്റിങ്, പ്രീ ഹിസ്റ്ററിക് പെയിൻറ്റിങ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എക്സാമ്പിളായിട്ട് നമ്മൾ ഭീംബേത്ക എന്നുള്ള സൈറ്റ് പറഞ്ഞു. നിയോലിത്തിക്കിലേക്ക് വരുമ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ആവുന്നത് കണ്ടു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് വന്നത്? ഹൗസസ് വന്നു, അതുപോലെ പോട്ടറി വന്നു, ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. മേജർ സൈറ്റ്സ് ആയിട്ട് മേഗഡ്, വിന്ധ്യൻ റേഞ്ച്, ബുർസാഹോം ഒക്കെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ NCERTസിൽ തന്നെ ഒരു മാപ്പാണ്. യു ക്യാൻ സി, നമ്മളിപ്പോൾ പറഞ്ഞ നിയോലിത്തിക്കിൻ്റെ ബുർസാഹോം, മേഗഡ്, ദേ വെസ്റ്റേൺ പാകിസ്ഥാനിലെ മേഗഡ് എന്ന് പറയുന്ന സൈറ്റ് കാണാം. ഭീംബേത്ക മധ്യപ്രദേശിലാണ്, നർമ്മദയുടെ അടുത്തായിട്ട്. യു ക്യാൻ സി ഭീംബേത്ക എന്ന് പറയുന്ന സൈറ്റ്. ഇനാം ഗാവോൺ നമ്മൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ട സൈറ്റാണ് ഈ ഇനാം ഗാവോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അൽക്കോലിത്തിക്കിലാണ്, അതിലോട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ. ആൻഡ് കുർണൂൽ കേവ്സ്, നമ്മളിപ്പോൾ പാലിയോലിത്തിക്കിൽ പറഞ്ഞ കുർണൂൽ കേവ്സ് ഉണ്ട് ആന്ധ്രാപ്രദേശ്. നിയോലിത്തിക്കിൽ പറഞ്ഞതേ പയ്യാമ്പള്ളി ഉണ്ട് തമിഴ്നാടു റീജിയൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ NCERTസിൻ്റെ മാപ്സിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. യു ക്യാൻ സി പാലിയോലിത്തിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, പിന്നീട് ഡ്രൈ വാം ക്ലൈമറ്റിലേക്ക് എത്തുന്നു. അപ്പം അവിടെ നിന്ന് പതുക്കെ ഗ്രാസസിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആൾക്കാർ മനസ്സിലാക്കുകയും ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇവൻച്വലി നിയോലിത്തിക് ഫേസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് യു ക്യാൻ സി ഒരിടത്ത് തന്നെ ലൈഫ് സ്റ്റൈൽ അവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അഗ്രികൾച്ചർ അവർ മേജർ ഒക്യുപ്പേഷനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സ്റ്റോൺ ഏജ്, ദാറ്റ് ഈസ് 5 lakh BCE to 1000 BCEയിൽ വരുന്നത്. ഓക്കെ, അഗെയിൻ ഇത് നിങ്ങളുടെ സൈറ്റ്സ് ആണ്, നേരത്തെ കാണിച്ച അതേ സൈറ്റ്സിൻ്റെ തന്നെ വേറൊരു മാപ്പാണ്. യു ക്യാൻ ഫൈൻഡ് ദിസ് ഇൻ യുവർ NCERTs ആൻഡ് ഡിഗ്രി ടെക്സ്റ്റ് ആക്ച്വലി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെസോലിത്തിക് കേവ് പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. ഭീംബേത്കയിലെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു എന്നറിയില്ല. യു ക്യാൻ സീ എ ആനിമൽ ഹിയർ. ഓക്കെ, അപ്പോൾ മേജർലി ഈ മെസോലിത്തിക് പെയിൻറ്റിങ്ങിൽ എന്തൊക്കെയായിരിക്കും തീംസ് ആയിട്ട് വരുന്നത്? ആ സമയത്ത് ഹണ്ടിങ് ആൻഡ് ഗാദറിങ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ യു ക്യാൻ സി ആനിമൽ ഫിഗേഴ്സ്, അതുപോലെ സോഷ്യൽ ഗ്യാദറിങ്സിനെ കുറിച്ച്,
ആൾക്കാരിങ്ങനെ കൈപിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. അതർവൈസ് യു ക്യാൻ സീ ദിസ് ഇൻ യുവർ ഇൻട്രൊഡക്ഷൻ ടു ആർട്ട് NCERTs. ഓക്കെ, വേവി ലൈൻസ് ഇൻ ലാഖുദിയാർ, ഉത്തരാഖണ്ഡ്, ഇതൊക്കെയാണ് മേജർ ഡ്രോയിങ്സ് ഇൻ ദ മിസോലിത്തിക് പീരീഡ്. ആൻഡ് മിസോലിത്തിക് പീരീഡിൽ ഡ്രോയിങ്സിൽ ഏതൊക്കെ ആയിരിക്കും കളേഴ്സ് വന്നിട്ടുണ്ടാവുക? ഡ്രോയിങ്സിൽ എന്തൊക്കെ കളേഴ്സ് ആയിരിക്കും? ഇവിടെ കളേഴ്സ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. റെഡ്, ബ്ലാക്ക്, പിന്നീട് മേജർലി നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ബ്ലാക്കിനെക്കാട്ടി കൂടുതൽ ലൈം സ്റ്റോൺ കുറച്ചുകൂടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ യു ക്യാൻ സി റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു മേജർലി ഉപയോഗിച്ചിരുന്നത്. റെഡ് മോസ്റ്റ്ലി ഫ്രം ആനിമൽ ബ്ലഡ്, ബോൺ മാരോയിൽ നിന്നൊക്കെയാണ് ഈ റെഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. വൈറ്റ് ലൈം സ്റ്റോൺ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ലൈം സ്റ്റോൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ റെഡ് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് തീംസ് നമ്മളിപ്പോൾ കണ്ടു, സോഷ്യൽ ഗ്യാതറിങ്സ്, ആനിമൽസിൻ്റെ, ഹ്യൂമൻസിൻ്റെ ഫോട്ടോസ്. ഇവിടെ ഇല്ലാത്തൊരു കാര്യം ഈ ഒരു പെയിൻറ്റിങ്സിൽ ആക്ച്വലി പെർച്ചിങ് ബേർഡ്സ് അല്ലെങ്കിൽ ഈ കൊത്തിപ്പറക്കി കഴിക്കുന്ന ബേർഡ്സ് ഇല്ലേ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ പെയിൻറ്റിങ്സിലൊന്നും കാണുന്നില്ല. വിച്ച് ഓൾസോ സജസ്റ്റ് ദാറ്റ് എന്താണ്, ആ സമയത്ത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ സിറിയൽ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് മീസോലിത്തിക് പെയിൻറ്റിങ്സിൽ അങ്ങനെയുള്ള തീംസ് ഒന്നും കാണാത്തത്. പിന്നീട് നിയോലിത്തിക് 7000 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ സ്റ്റോണേജ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ വിത്ത് ദിസ് എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് തരാനുള്ള കോൺട്രിബ്യൂഷൻ എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതെ, മെസോലിത്തിക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോ അത് കോൺസ് പറഞ്ഞൊരു വേർഡ് വന്നു. സാഡിൽ കോൺസ്. കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മിക്കല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? അതിനെ തന്നെയാണ് ഈ ക്വാൻസ് എന്ന് പറയുന്നത്. അതായത് 2 കല്ല് ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യുന്ന പേർപ്പസിന് ഉപയോഗിക്കുന്നതാണ് സാഡിൽ ക്വാൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഈ സമയത്ത് മെസോലിത്തിക്കിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു സീസണൽ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഗ്രൗണ്ടിന് താഴോട്ട് വളരുന്ന പൊട്ടറ്റോ അതുപോലുള്ള സാധനങ്ങളൊക്കെ മോസ്റ്റ്ലി ഈ ഒരു സാഡിൽ ക്വാൻസ് ഒക്കെ ഉപയോഗിച്ച് ക്രഷ് ചെയ്ത് കഴിക്കുന്നതായിട്ട് ഉള്ള എവിഡൻസസ് ഉണ്ട്. ഓക്കെ. Any other doubts? ഓക്കെ, അപ്പം ആസ് സച്ച് നിങ്ങൾ ഇത് കുറേ ഉണ്ടല്ലോ എന്നാണോ ഫീൽ ചെയ്തത്, അതോ ഇത് കുറച്ചേ ഉള്ളൂ എന്നാണോ ഫീൽ ചെയ്തത്? അതോ കുഴപ്പമില്ല, മാനേജ് ചെയ്യാം, വായിച്ചാൽ മാനേജ് ചെയ്യാം എന്നാണോ തോന്നിയത്? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്നാണോ? ഓക്കെ, ആസ് യു ആർ സ്റ്റഡിങ്, നിങ്ങൾക്ക് കോളേജിലെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടാവും. എൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഇതും കൂടെ കൊണ്ടുവന്നത്. സോ പറ്റുന്നത്രയും വായിക്കുക, പറ്റുന്നത്രയും റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഫേസ് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇപ്പം ആസ് എ ബിഗിനർ ഫൗണ്ടേഷൻസ് പതുക്കെ സെറ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം കുറച്ചുകൂടെ ജനറൽ ആയിട്ട് ആ പാലിയോലിത്തിക്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ക്ലൈമറ്റ് ഇങ്ങനെ ആയിരുന്നു, അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് കഴിഞ്ഞ് മെസോലിത്തിക്കിലേക്ക് വന്നപ്പോൾ ക്ലൈമറ്റ് ചെറുതായിട്ടൊന്ന് മാറി, അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി ആ ഒരു ഗ്രൗണ്ട് വർക്ക് ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ സമയം കിട്ടുന്നത് പോലെ പറഞ്ഞ റിസോഴ്സസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ശരി, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.